നമസ്കാരം. മൂന്നാർ കയ്യേറ്റമൊഴിപ്പിക്കലിൽ വിട്ടുവീഴ്ചയില്ല എന്ന് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് വ്യക്തമാക്കിയതാണ് ഇന്നത്തെ പ്രധാന വാർത്ത. വൻകിട കയ്യേറ്റക്കാരെ കർക്കശമായി കൈകാര്യം ചെയ്യുമെന്ന് അദ്ദേഹം അല്പം മുമ്പ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർവകക്ഷി യോഗത്തിനും പരിസ്ഥിതി മാധ്യമപ്രവർത്തകരുടെയും യോഗങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. പൊതുവിൽ അംഗീകരിക്കാവുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിലും രാഷ്ട്രീയ ബന്ധമുള്ള കയ്യേറ്റങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഈ കർക്കശ നില ഉണ്ടാകുമോ എന്ന പോലുള്ള ചോദ്യങ്ങൾ ഇപ്പോഴുമുണ്ട്. ആ ചോദ്യങ്ങളാണ് ഇന്നത്തെ പ്രൈം ഡിബേറ്റിൽ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മൂന്നാറിൽ കയ്യേറ്റമൊഴിപ്പിക്കലിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടുമായി മുഖ്യമന്ത്രി. ആദ്യം കൈവെക്കുക വൻകിട കയ്യേറ്റക്കാർക്ക് മേൽ, ഇനി കയ്യേറാൻ തോന്നാത്ത വിധം ഒഴിപ്പിക്കും. തോട്ടം തൊഴിലാളികൾക്ക് വീട് നൽകാൻ മുഖ്യ പരിഗണനയെന്നും മുഖ്യമന്ത്രി. നിലപാട് പ്രഖ്യാപനം രാഷ്ട്രീയ പാർട്ടികളുടേതടക്കമുള്ള യോഗങ്ങൾക്ക് ശേഷം. വൻകിടക്കാരായവർ എവിടെയും കയ്യേറാമെന്നും ഒരു നിയമവ്യവസ്ഥയും ചട്ടങ്ങളും തങ്ങൾക്ക് ബാധകമല്ല എന്നുമാണ് കരുതുന്നത്. അത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ആരാധനാലയങ്ങൾ ഇരിക്കുന്ന ഭൂമിക്ക് പട്ടയം വേണമെന്ന് യോഗത്തിൽ മതമേലധ്യക്ഷന്മാർ. കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. അരവിന്ദ് കെജ്രിവാൾ 2 കോടി രൂപ കോഴ വാങ്ങിയെന്ന് പുറത്താക്കപ്പെട്ട മന്ത്രി കപിൽ മിശ്ര. സർക്കാരിലെ അഴിമതിക്ക് സാക്ഷിയെന്നും വെളിപ്പെടുത്തൽ. അഴിമതിയുടെ വിവരങ്ങൾ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. കെജ്രിവാൾ രാജിവെക്കണമെന്ന് ബിജെപിയും കോൺഗ്രസും. ആരോപണം നിഷേധിച്ച് ആം ആദ്മി പാർട്ടി. പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശങ്ങളുമായി ഡിജിപി ടി പി സെൻകുമാർ. പോലീസിന്റെ പ്രവർത്തനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകണം. നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തയ്യാറാക്കി നൽകണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് നെൽവയൽ തണ്ണീർത്തട നിയമം അട്ടിമറിക്കപ്പെടുന്നു. നിയമം ലംഘിക്കുന്ന ഭൂമാഫിയക്കെതിരെ നടപടിയില്ല. ടിപ്പർ ലോറി പിടികൂടുന്നതിൽ മാത്രം നടപടി ഒതുങ്ങുന്നു. ന്യൂസ് 18 അന്വേഷണം. ഫ്രാൻസിനെ ആര് നയിക്കുമെന്ന് ഇന്നറിയാം. അന്തിമ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. മത്സരം എമാനുവൽ മാക്രോണും മാരിൻ ലേപ്പനും തമ്മിൽ. ഫലം ഫ്രാൻസിനും യൂറോപ്യൻ യൂണിയനും നിർണായകം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കളിക്കും. ടീം പ്രഖ്യാപനം നാളെ ഡൽഹിയിൽ. ആദ്യ മത്സരം ജൂൺ 4-ന് പാകിസ്ഥാനെതിരെ. മൂന്നാർ കയ്യേറ്റമൊഴിപ്പിക്കൽ യാഥാർത്ഥ്യമാകുമോ? മൂന്നാറിൽ സർക്കാർ ആദ്യം കൈവെക്കുന്നത് വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതസ്ഥാപനങ്ങളുടെ കയ്യേറ്റവും കയ്യേറ്റം തന്നെയാണ്. മൂന്നാറിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്നും സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് എല്ലാ വിഭാഗങ്ങളും സർക്കാരിന് പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി. വൻകിട കയ്യേറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയുണ്ടാകില്ല. ഇനി കയ്യേറാൻ തോന്നാത്ത വിധമായിരിക്കും സർക്കാർ നടപടിയെന്നും പിണറായി വിജയൻ. ഒരു കയ്യേറ്റവും ഭാവിയിൽ ഉണ്ടാകാതിരിക്കത്തക്ക ശക്തമായ നടപടികൾ ഇപ്പോഴുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ സ്വീകരിക്കണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. 1977 മുൻപ് കുടിയേറിയവർക്കെല്ലാം പട്ടയം നൽകും. ഇത് ഒരു കർമ്മ പദ്ധതിയായി സർക്കാർ കാണുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാർ പരിശോധിച്ചപ്പോൾ 2 വർഷമെങ്കിലും എടുത്താലേ ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാവർക്കും പട്ടയം നൽകാനാവും. അപ്പോൾ 2 വർഷം അവധി വെച്ചുകൊണ്ട് നിശ്ചിത ഘട്ടങ്ങൾ തീരുമാനിക്കും. ആ ഘട്ടങ്ങളിൽ ഈ പറയുന്ന എല്ലാ പട്ടയവും കൊടുത്തു തീർക്കുക എന്നതാണ് സർക്കാർ ഒരു കർമ്മ പദ്ധതിയായി അംഗീകരിച്ചിരിക്കുന്നത്. വീടില്ലാത്ത തോട്ടം തൊഴിലാളികൾക്ക് വീട് നൽകുന്നത് ഏറ്റവും മുൻഗണന അർഹിക്കുന്ന കാര്യമാണ്. പ്രദേശത്തെ നദികളിലെ മാലിന്യ പ്രശ്നം പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മനു ഭരത്, ന്യൂസ് 18, തിരുവനന്തപുരം. സർവകക്ഷി യോഗത്തിൽ സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ രൂക്ഷ വിമർശം. CPM നേതാക്കളുടെ കയ്യേറ്റമാണ് ഒഴിപ്പിക്കേണ്ടത് എന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. റവന്യൂവും പോലീസും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് ഒഴിപ്പിക്കൽ നടപടിക്ക് തടസ്സമെന്ന് MM ഹസനും പ്രതികരിച്ചു. കയ്യേറ്റം നടത്തുന്നവരിൽ CPM MLAയും MP യും ഉണ്ടെന്ന് സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം തുറന്നടിച്ചു. കലക്ടർ തയ്യാറാക്കിയ പട്ടികയിൽ ഇവരുടെ പേരുണ്ട്. ആ പേരുകൾ തൊടുമ്പോൾ സർക്കാരിന് മുട്ടുവിറയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പരിഹസിച്ചു. ജില്ലാ കളക്ടറും റവന്യൂ ഡിപ്പാർട്ട്മെന്റും ധാരാളം ആളുകളുടെ പേര് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരെ തൊടുമ്പോൾ സർക്കാരിനെ മുട്ടുവിറയ്ക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചും CPM പാർട്ടിയുടെ
നേതാക്കന്മാരാണ് കയ്യേറ്റത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ അവർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മൂന്നാറിനെ ഒരു വികസന അതോറിറ്റിയുടെ കീഴിൽ കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. റവന്യൂവും പോലീസും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ വിമർശിച്ചു. ഇതൊരു ഏകോപിച്ച് നടത്തേണ്ട പ്രവർത്തനമാണ്. പോലീസ് വകുപ്പും റവന്യൂ വകുപ്പും രണ്ട് വകുപ്പും വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുകയും ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടി സ്തംഭിച്ചുപോയത്. MM മണിക്കെതിരെയും പ്രതിപക്ഷം യോഗത്തിൽ വിമർശനം തൊടുത്തുവിട്ടു. മണി കയ്യേറ്റങ്ങളെ അനുകൂലിക്കുന്നുവെന്നായിരുന്നു ആരോപണം. ഭരിക്കുന്നവർക്ക് ഇച്ഛാശക്തിയില്ലാത്തതിനാലാണ് കയ്യേറ്റം തുടരുന്നതിന് കാരണമെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കയ്യേറ്റം വ്യാപകമായി നടക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഭരിക്കുന്നവർക്ക് ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ആ ഇച്ഛാശക്തിയാണ് ആവശ്യം. ഭരിക്കുന്നവർ സത്യസന്ധമായി ഈ കാര്യത്തിൽ ഇടപെടണം. മനു ഭരത്, News 18, തിരുവനന്തപുരം. സർവകക്ഷി യോഗത്തിൽ മൂന്നാർ വിഷയം ആസ്പദമായുള്ള സർവകക്ഷി യോഗത്തിൽ ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസിന് വേണ്ടി പങ്കെടുത്ത ശ്രീ സൂര്യനാട് രാജശേഖരൻ എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ ഹരീഷ് വാസുദേവൻ, അദ്ദേഹവും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തതാണ്. അദ്ദേഹം നമ്മോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരും. CPM നേതാവ് ശ്രീ VN വാസവൻ കോട്ടയം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ N അനിരുദ്ധൻ CPI നേതാവ് കൊല്ലത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി ശ്രീ KK ശിവരാമൻ ടെലഫോണിലൂടെയും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ സൂര്യനാട് രാജശേഖരൻ, ആദ്യം കൈവെക്കുക കയ്യേറ്റക്കാരുടെ വൻകിടക്കാരുടെ മേലായിരിക്കും. ഇനി കയ്യേറാൻ തോന്നാത്ത വിധം ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. പൊതുവിൽ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം കേട്ടാൽ പോസിറ്റീവായിട്ടുള്ളൊരു തോന്നലാണ് ഉണ്ടാവുക. കർക്കശത്തോടുകൂടി കയ്യേറ്റം ഒഴിപ്പിക്കൽ പൂർത്തിയാക്കും എന്ന നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പോസിറ്റീവായുള്ള തോന്നൽ പ്രതിപക്ഷത്തിനും ഉണ്ടായോ? ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണത്? മുഖ്യമന്ത്രിയുടെ സർവകക്ഷി യോഗത്തിന് ശേഷമുള്ള പത്രസമ്മേളനം ഞാനിപ്പോൾ കാണുകയായിരുന്നു. വാസ്തവത്തിൽ വളരെ സന്തോഷം തോന്നിയ ഒരു പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ മുഖ്യമന്ത്രി ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഒരു നല്ല ഭരണത്തലവന്റെ പേരോടുകൂടി അദ്ദേഹത്തിന് ഈ രാജ്യത്ത് നിലനിൽക്കാം. പക്ഷേ അതുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ സംശയമുണ്ട്. ഇന്ന് സർവകക്ഷി യോഗത്തിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയ ഒരു ചോദ്യം, എല്ലാവിധ നിയമങ്ങളും ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള നിയമം, ഒഴിപ്പിക്കുന്നതിന് റവന്യൂ മിനിസ്റ്റർ എടുത്ത ശക്തമായ നടപടികൾ, അതിന് ഏറ്റവും നല്ല ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, കളക്ടർ, സബ് കളക്ടർ ഏറ്റവും നല്ല സംവിധാനവുമായിട്ട് വളരെ വേഗം മുന്നോട്ട് പോയപ്പോൾ എന്തിന് പിന്നെ ഇങ്ങനെ സർവകക്ഷി സമ്മേളനം ഇടയ്ക്ക് വെച്ച് വിളിക്കേണ്ടി വന്നു? എന്തിനു വേണ്ടി ഇത് നിർത്തേണ്ടി വന്നു? ഈ ചോദ്യമൊക്കെ വളരെ പ്രസക്തമാണ്, പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ്. എന്തിനാണ് ഈ സർവകക്ഷി സമ്മേളനം വിളിച്ചത്? അപ്പോൾ നിയമമില്ലാഞ്ഞിട്ടല്ല, നിയമം നടപ്പാക്കുന്നതിൽ റവന്യൂ വകുപ്പിനോ റവന്യൂവിന്റെ മന്ത്രിയോ കാണിച്ച അനാസ്ഥ കൊണ്ടല്ല, ഉദ്യോഗസ്ഥന്മാർ കാണിച്ച അനാസ്ഥ കൊണ്ടല്ല, തമ്മിലടിയായിരുന്നു. CPM-നകത്ത് CPM ഒരിക്കലും ഈ കയ്യേറ്റത്തിനെ നിയന്ത്രിക്കാൻ അവർ തയ്യാറല്ല. കാരണം മൂന്നാറിലെ ഏറ്റവും കയ്യേറ്റ വിദഗ്ധന്മാർ CPM-ന്റെ നേതാക്കന്മാർ തന്നെയാണ്. വേറെ എവിടെയും പോകണ്ട. അവിടുത്തെ MLA രാജേന്ദ്രന്റെ ഭൂമി നിയമസഭയിൽ തന്നെ റവന്യൂ മന്ത്രി പറഞ്ഞല്ലോ, ഇത് വ്യാജ പട്ടയത്തിൽ നിലനിൽക്കുന്ന ഒരു ഭൂമിയിലാണ് രാജേന്ദ്രന്റെ ഭൂമി എന്ന്. ശ്രീ സൂര്യനാട് രാജശേഖരൻ, ഈ രാഷ്ട്രീയമായിട്ടുള്ള കയ്യേറ്റം, രാഷ്ട്രീയക്കാരുടെ കയ്യേറ്റം എന്ന പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ സർവകക്ഷി യോഗത്തിനകത്ത് സ്വാഭാവികമായിട്ടും ഉന്നയിച്ചു കാണുമല്ലോ. അപ്പോൾ ഏത് നിലക്കാണ് മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചത്? സർവകക്ഷി യോഗത്തിൽ അങ്ങനെ ഒരു ഞങ്ങൾ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെയാണ്. എവിടെയാണ് ഈ തർക്കം വന്നിട്ടുള്ളത്? അതിനൊരു മറുപടി സർവകക്ഷി യോഗത്തിൽ അദ്ദേഹം പറഞ്ഞില്ല. രാഷ്ട്രീയക്കാർ എന്ന് അടച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഇന്ന് വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സർവകക്ഷി യോഗത്തിന് അകത്തും പുറത്തും പറഞ്ഞൊരു കാര്യമുണ്ട്. UDF-ന്റെ ഭാഗത്തുനിന്ന് ആരുടെയെങ്കിലും ഒരു കയ്യേറ്റമുണ്ടെങ്കിൽ അവർ ഒഴിവാക്കുന്നതിലോ എന്ത് ശിക്ഷാ നടപടി എടുക്കുന്നതിൽ ഞാൻ കുറ്റില്ല, ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല, വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കയ്യേറ്റം ഒരു കേന്ദ്രത്തിൽ തന്നെയാണ്, അത് CPM-ന്റെ കേന്ദ്രത്തിൽ തന്നെയാണ്. അതിനെ ഒഴിവാക്കാൻ മുഖ്യമന്ത്രിക്കുള്ള കരുത്തില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അനുയായികളായി നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ കയ്യേറ്റക്കാർ. അതാണ് ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ശ്രീ VN വാസവൻ, പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഇപ്പോഴും ബാക്കിയായി ഉള്ള ചോദ്യം അതാണ്. അതായത് രാഷ്ട്രീയമായിട്ടുള്ള CPM-ന്റെ നേതാക്കളുടെ കയ്യേറ്റം, CPM നേതാക്കൾ അവിടെ കയ്യേറ്റം നടത്തിയിരിക്കുന്നുവെന്ന് ആക്ഷേപമുണ്ട്. ആ കയ്യേറ്റം ഒഴിപ്പിക്കൽ എങ്ങനെയാണ് സാധ്യമാവുക? ഇനി കയ്യേറാൻ തോന്നാത്ത വിധം വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് വെക്കുമ്പോൾ, മുഖ്യമന്ത്രി അത് പറയുമ്പോൾ 10 സെന്റ് എടുത്ത് വീട് വെച്ച് താമസിക്കാൻ വേണ്ടി പോയ ആളുകളെ ഒഴിപ്പിക്കുക എന്നതിനല്ല,
വലിയ കയ്യേറ്റക്കാർക്ക്, അത് പലതരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വലിയ കയ്യേറ്റക്കാർ ഈ പറയുന്ന പോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വാണിജ്യ ലാഭം നോക്കിയിട്ട് കയ്യേറിയിട്ട് കെട്ടിടം കെട്ടിയിട്ടുള്ള ആളുകൾ അത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള തങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളെ, അവരുടെ കയ്യേറ്റങ്ങളെ ഒഴിവാക്കി കൊടുക്കും എന്ന ധ്വനി അതിനകത്തുണ്ടോ? ഈ കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് നേതാക്കൾ അതേപ്പറ്റി ഭയപ്പെടുന്നത് ശരിയായ ഭയപ്പാടാണോ? കോൺഗ്രസ് നേതാക്കളുടെ ഭയപ്പാട് നമുക്ക് മനസ്സിലാകാത്ത ഭയപ്പാടാണ്. കാരണം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗവും പരിസ്ഥിതി പ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകരുടെയും യോഗമെല്ലാം സൂചിപ്പിക്കുന്നത് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന്റെ പക്വതയാർന്ന സമീപനമാണ്. ഒരു ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് പോകുമ്പോൾ അതിൽ പല കേന്ദ്രങ്ങളിൽ നിന്നും പല അഭിപ്രായങ്ങൾ ഉയർന്നു വരാം. ആ അഭിപ്രായങ്ങളെല്ലാം മുൻകൂട്ടി ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ടാക്കി ആ വിഷയത്തെ സമീപിക്കാനുള്ള ഒരു ഗവൺമെന്റ് വിവേകപൂർണമായ ഇടപെടലാണ് ഇങ്ങനെ എല്ലാ കൂട്ടരെയും വിളിച്ചു വരുത്തി അവരവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അവരുടെ പിന്തുണ തേടി അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ആ പ്രഖ്യാപനം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചപ്പോൾ ശൂരനാട് രാജശേഖരൻ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം നടപ്പാകുമെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എന്താ സംശയം? ഇതുവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ നടപ്പാക്കി നമ്മൾ കേരളത്തിൽ കണ്ടല്ലോ, വന്നപ്പം മുതൽ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചോളം. അപ്പോൾ ഈ കാര്യത്തിലും 3 കാര്യങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഒന്ന്, പട്ടയ വിതരണം നടക്കും. 77 മുമ്പുള്ള പട്ടയങ്ങളെല്ലാം കൊടുക്കാൻ ഈ ഗവൺമെന്റ് സമയബന്ധിതമായി നടപടി സ്വീകരിക്കും. 2, കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കും. അതിലാദ്യം തുടക്കം വൻകിട കയ്യേറ്റക്കാരുടേതായിരിക്കും. അതേസമയത്ത് കുടിയേറ്റക്കാരായിട്ടുള്ള 10 സെന്റ് ഭൂമി ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യങ്ങൾ പ്രത്യേകമായി പരിഗണിക്കും. ഒപ്പം മൂന്നാറിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഈ രംഗത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടെ ഭാവനാസമ്പന്നമായി എല്ലാവരുടെയും സഹകരണം തേടി അവിടെ പ്രശ്നസങ്കീർണമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ശാന്തപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ ഈ വിഷയം നടപ്പാക്കാൻ വേണ്ടിയുള്ള വിവേകപൂർണമായ ഒരു തീരുമാനവും ശൈലിയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഇവിടെ CPM നേതാവ് കയ്യേറിയെന്ന് ബഹുമാന്യായ രാജശേഖരൻ സൂചിപ്പിച്ചത് പാവൻ രാജേന്ദ്രൻ 8 സെന്റ് സ്ഥലത്തൊരു വീട് വെച്ചതാണ്. ആ 8 സെന്റ് ഭൂമി എന്ന് പറയുന്നത് രാജേന്ദ്രൻ എവിടെയും കയ്യേറിയതല്ല, അയാളുടെ അച്ഛൻ അയാൾക്ക് കൊടുത്തതാണ്. അയാളുടെ അച്ഛനാകട്ടെ അയാളുടെ അച്ഛൻ കൊടുത്തതാണ്. അങ്ങനെ മുതുമുത്തച്ഛന്മാരുടെ കാലഘട്ടം തൊട്ട് അവരുടെ കയ്യിലിരിക്കുകയും അവർക്ക് അന്ന് ലഭിച്ച പട്ടയവും കയ്യിൽ വെച്ചുകൊണ്ട് ഒരു 7 സെന്റ് ഭൂമിക്കകത്ത് ഈ വീട് നിർമ്മിച്ചതിന് ശേഷം 3 പ്രാവശ്യം MLA ആയി അദ്ദേഹം അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു. അവിടുത്തെ ജനങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടുമുണ്ട്. അതെന്താണെന്നുള്ള വസ്തുത അറിയാം. അതൊരു കയ്യേറ്റമായി ഹരീഷ് വാസുദേവനിലേക്ക് പോയതിനു ശേഷം എന്താണ് പരിസ്ഥിതി യോഗത്തിന് ശേഷം തോന്നിയത് എന്നവർ അദ്ദേഹത്തിൽ നിന്നറിയാം. ശ്രീ ഹരീഷ് വാസുദേവൻ, വളരെ ദിവസങ്ങളായി വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ സർക്കാർ, മുഖ്യമന്ത്രി നേരിട്ട് ഒരു ദിവസം മുഴുവൻ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ നാട്ടുകാരോട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ അതികർക്കശമായ തോതിൽ നടപ്പാക്കും. ഇനിയൊരാൾക്ക് കയ്യേറാൻ തോന്നാത്ത വിധമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. അവിടെ യോഗത്തിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ, ഈ വിഷയത്തിൽ വലിയ തോതിൽ പഠനം നടത്തിയിട്ടുള്ള ആളെന്ന നിലയിൽ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന തോന്നലുണ്ടായോ, അല്ലെങ്കിൽ ഈ പ്രഖ്യാപനങ്ങൾക്കപ്പുറം കാര്യങ്ങൾ നടക്കാനിടയില്ല എന്നൊരു തോന്നലാണോ ഉണ്ടായത്? അല്ല, മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഒരു യോഗം നടത്തേണ്ട കാര്യമില്ല എന്ന നിലപാട് പരസ്യമായി സ്വീകരിച്ച ഒരാളാണ് ഞാൻ. ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട്. ചെറിയ സാങ്കേതിക പ്രശ്നം അദ്ദേഹം പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് ചെറിയൊരു സാങ്കേതിക പ്രശ്നം. ഞാൻ ഒന്നുകൂടെ ശ്രീ വി എൻ വാസവനിലേക്ക്. ശ്രീ വി എൻ വാസവൻ, ഈ കാര്യം ഹരീഷ് വാസുദേവൻ പറഞ്ഞു തുടങ്ങിയ ആ കാര്യം തന്നെയാണ് ശ്രീ സൂര്യനാട് രാജശേഖരനും നേരത്തെ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ സംസാരിക്കാനിരിക്കുന്ന ശ്രീ N അനിരുദ്ധൻ അടക്കമുള്ള CPI നേതാക്കൾ എന്തിനാണ് ഒരു സർവകക്ഷി യോഗം എന്ന നിലപാട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എന്തിനായിരിക്കണം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വിധത്തിൽ പ്രശ്നങ്ങൾ ഇന്നതാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യമാണ്. ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് കയ്യേറ്റം ഒഴിപ്പിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അതിനിടയ്ക്ക് എന്തിനാണ് അക്കാര്യങ്ങൾക്ക് താൽക്കാലികമായൊരു തടസ്സം വെച്ച് ഇങ്ങനെയൊരു സർവകക്ഷി യോഗവും പരിസ്ഥിതി പ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകരുടെയും യോഗവും വിളിച്ചു ചേർത്തത് എന്ന സംശയം തന്നെ ശ്രീ സൂര്യനാടിനെ പോലുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം ഈ വൻകിട കയ്യേറ്റം ഒഴിപ്പിക്കലാണ് ഞങ്ങൾക്ക് പ്രഥമ പരിഗണന എന്നൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങളെ വെവ്വേറെയായിട്ടാണ് കാണുന്നത്. തങ്ങൾക്ക് സംരക്ഷിക്കേണ്ടുന്ന ആളുകളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന ഈ സർക്കാരിന്റെ നിലപാടുണ്ട്. അക്കാര്യത്തിൽ കുറച്ച് വിട്ടുവീഴ്ചകളും വെള്ളം ചേർക്കലുകളും വേണ്ടിവരും എന്ന തോന്നലുകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്
എന്ന സംശയത്തിനും സാഹചര്യമുണ്ട്. അതിനുവേണ്ടിയാണോ ഇത്തരമൊരു യോഗങ്ങളും കാര്യങ്ങളുമൊക്കെ വിളിച്ചു ചേർത്തിട്ടുണ്ടാവുക? അങ്ങനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് ഗവൺമെന്റ് നീങ്ങേണ്ടതില്ലല്ലോ. നമുക്ക് വിനയപൂർവ്വം ഒരു ചോദ്യം തിരിച്ച് അവരോട് ചോദിക്കാം. 5 വർഷക്കാലം കേരള സംസ്ഥാനം ഭരിച്ച UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ 1 ഇഞ്ച് ഭൂമി തിരിച്ചുപിടിക്കാൻ ആവശ്യമായ ഏതെങ്കിലും നടപടികൾ സ്വീകരിച്ചു? ലാൻഡ് റവന്യൂ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ കയ്യേറ്റം മുഴുവൻ ഈ കഴിഞ്ഞ VS ഗവൺമെന്റ് കാലത്തിന് ശേഷം പിന്നീട് വന്ന UDF ഗവൺമെന്റ് കാലഘട്ടത്താണ് ഈ കയ്യേറ്റം എല്ലാം നടന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് ഗവൺമെന്റിന് മുമ്പിലുള്ളത്. എന്തേ അവരുടെ പാർട്ടിക്കും അവരുടെ ഗവൺമെന്റിനും ഈ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല? അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് VSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോഴും ഇപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നപ്പോഴുമാണ് നടപടി ഈ രംഗത്ത് ഒഴിപ്പിക്കലിനെ കുറിച്ചുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത്. അത്രയെങ്കിലും അവർ അംഗീകരിക്കുമല്ലോ. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സർവകക്ഷി യോഗം വിളിക്കാൻ ഇടവരുന്ന സാഹചര്യം ഇടുക്കിയിൽ തന്നെ നമ്മൾ കണ്ടു. രമേശ് ചെന്നിത്തല എന്നപ്പോഴും അതുപോലെ ഉമ്മൻചാണ്ടി എന്നപ്പോഴും അവിടുത്തെ കോൺഗ്രസിന്റെ KPCC വൈസ് പ്രസിഡന്റായിട്ടുള്ള AK മണി ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്കെതിരായി എന്തിനു വന്നു എന്ന് ചോദിച്ച് കലാപം ഉയർത്തി പ്രകടനം നടത്തുന്ന നമ്മൾ കണ്ടു. അപ്പോൾ ഇടുക്കി ജില്ലയിലെ കോൺഗ്രസുകാരുടെ മനസ്സിൽ തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായവും നിലപാടുകൾ എടുത്തുകൊണ്ട് അവർ മുന്നോട്ട് വരികയാണ്. ഇവിടെ നിന്നുകൊണ്ട് ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം അതിനെതിരായ നിലപാട് സ്വീകരിക്കുകയാണ് അവിടുത്തെ കോൺഗ്രസുകാർ. ഇത്തരം സാഹചര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ പ്രശ്നത്തെ സംബന്ധിച്ചുള്ള എല്ലാം വ്യക്തത വരുത്തി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എല്ലാവരുടെയും സഹകരണം തേടാനുള്ള ഗവൺമെന്റിന്റെ വിവേകപൂർണമായ പക്വതയാർന്നൊരു സമീപനമാണ്. അതാണ് ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. അനിരുദ്ധൻ അങ്ങനെ വിവേകപൂർണമായി പക്വതാപരമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ യോഗങ്ങളെല്ലാം നടന്നത്. അതിനുശേഷം ഞങ്ങളുടെ നിലപാട് ഇന്നതാണ് എന്നത് സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. താങ്കൾ സ്വാഭാവികമായിട്ടും അതിനെ വളരെ അനുകൂല നിലയോട് കൂടിയിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ അപ്പോൾ തന്നെയും ഈ വൻകിട കയ്യേറ്റക്കാർക്കെതിരെ ഞങ്ങൾ ആദ്യമായി നടപടിയെടുക്കും എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കയ്യേറ്റക്കാർ അവിടെ ഉണ്ട്. ഈ വീട് വെച്ച് താമസിക്കാൻ വേണ്ടി കയ്യേറിയിട്ടുള്ള ആളുകൾ, വലിയ കെട്ടിടങ്ങൾ എടുത്ത ആളുകൾ, കെട്ടിടങ്ങൾ വാണിജ്യപരമായിട്ട് എടുത്ത ആളുകൾ, കെട്ടിടങ്ങൾക്കകത്ത് തന്നെ കെട്ടിടം പൂർത്തിയായ ആളുകൾ, പാതി വഴിക്ക് സ്റ്റോപ്പ് മെമ്മോ കിട്ടിയതുകൊണ്ട് നിർത്തിവെച്ച ആളുകൾ, ഇങ്ങനെ പലതരം കാര്യങ്ങളുണ്ട് എന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. നിയമം ആർക്കായാലും അതിപ്പോൾ 5 സെന്റ് കയ്യേറി ഭൂമിയിൽ വീട് വെച്ച ആളുകളാണെങ്കിൽ തന്നെയും നിയമത്തിന് അങ്ങനെ പരിഗണിക്കുക സാധ്യമാവുകയില്ലല്ലോ. നിയമത്തിന് നേരായ വഴിയിലൂടെ എല്ലാവർക്കുമേൽ ഒരേപോലെ പോകേണ്ടതായി വരും. അതിനകത്ത് വെള്ളം ചേർക്കുക എന്നൊരു ലക്ഷ്യം സർക്കാരിനുണ്ട് എന്ന് സംശയിക്കുന്നവരോട് താങ്കൾ എന്ത് മറുപടിയാണ് പറയുക? താങ്കളുടെ പാർട്ടി എന്ത് മറുപടിയാണ് പറയുക? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രകടനപത്രികയിൽ പറഞ്ഞിരിക്കുന്ന കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുമെന്നുള്ള പരിപാടികൾ നടത്തി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നടപടികൾ സ്വീകരിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു യോഗം വിളിച്ചതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അത് പോസിറ്റീവായിട്ട് എടുത്താൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എടുക്കുമ്പോൾ ആ തീരുമാനം, അതിലുണ്ടായ തീരുമാനങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുള്ളതും ഇത് തന്നെയാണ്. ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ ഇനി നടപ്പാക്കി വരുമ്പോൾ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് മുൻകൂട്ടി ആലോചിച്ച് ഭയപ്പെടേണ്ട ഒരു കാര്യമൊന്നും എനിക്കില്ല. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് നിയമം നടപ്പാക്കാൻ കഴിയും. ആ നിയമം നടപ്പാക്കാൻ തുടങ്ങുമ്പോൾ അതിലൊരുപാട് ചിലപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആളുകൾ, വലിയ ശക്തന്മാരായ ആളുകൾ വരാം, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കാൻ വരാം. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളതാണ്. ആ സ്വാഭാവികമായിട്ടുള്ള അത്തരം പ്രശ്നങ്ങളെ നേരിടുന്നതിനുള്ള ഇച്ഛാശക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട്. അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭ അക്കാര്യത്തിൽ പ്രഖ്യാപിച്ച നയപരിപാടികൾ നടപ്പാക്കാൻ നിൽക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അല്ലെങ്കിൽ അർത്ഥശങ്കയ്ക്കിടമില്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞത് വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കും, മേലിൽ കയ്യേറ്റം നടത്താൻ ഇടയാകാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുമെന്ന മുഖവിലക്ക് എടുത്തുകൊണ്ട് തന്നെ വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. ശ്രീ ശിവനാട് രാജശേഖരൻ പറഞ്ഞതുപോലെ നമ്മൾ പോയാൽ എന്തോ ഉണ്ടാകുമെന്ന് പണ്ട് കണിയാരി ചിന്തിച്ചതുപോലെ അങ്ങനെ ഒരു ചിന്തയൊന്നും അസ്ഥാനത്താണ്. രാഷ്ട്രീയമായി ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് പ്രധാന വിഷയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അങ്ങനെ ചെയ്യണം.
ചെയ്താൽ നിയമത്തെ നേരിടുന്നതിന് ഒരുപാട് ആളുകൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളുമായി മുന്നോട്ട് വരാം. അത് ഈ നിയമത്തിന് മാത്രമല്ല, എല്ലാ നിയമത്തെയും ഇവേഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ച് നിയമം നടപ്പാക്കാതിരിക്കാൻ ഒക്കുമോ? ചെറുകിട കയ്യേറ്റക്കാരെ പിന്നെ ഒഴിപ്പിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു സാവകാശം കൊടുക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണ്ട എന്നുള്ളതാണോ? വൻകിടക്കാരെ രക്ഷിക്കാൻ വേണ്ടി ചെറുകിടക്കാരെ അതിന്റെ ഒരു ഷീൽഡായി ഉപയോഗിക്കാൻ അവസരം ഗവൺമെന്റ് കൊടുക്കത്തില്ല. അങ്ങനെയാണ് CPI പ്രതീക്ഷിക്കുന്നത്. ഹരീഷ് വാസ്തവൻ എന്ത് തോന്നലാണ് ഉണ്ടായത് ഈ യോഗത്തിന് ശേഷം? എന്നുള്ളതാണ്, അതിനെ എതിർത്ത് തോൽപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എത്തും എന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മുഖവിലേക്ക് ഞങ്ങൾ എടുക്കുകയാണ്. ശ്രീ ഹരീഷ് വാസുദേവൻ കേൾക്കാമെങ്കിൽ കേൾക്കാം. ഹലോ. ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള യോഗമാണ് ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചത്. അതിൽ തുടക്കത്തിൽ തന്നെ കയ്യേറ്റം ഒഴിപ്പിക്കും എന്ന നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം വൻകിട കയ്യേറ്റം, പിന്നീട് ചെറുകിട കയ്യേറ്റം, 1/1/77 ശേഷമുള്ള മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുന്നതാണ് ഈ സർക്കാരിന്റെ നിലപാട്. അത് ചെയ്യും എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ പറ്റി ഒരു ചർച്ചയും ഇന്ന് വാസ്തവത്തിൽ ഉണ്ടായില്ല. അതിന് ഈ യോഗത്തിന്റെ ആവശ്യവുമില്ല. ഇടുക്കിയിലെ മറ്റ് ഭൂമി പ്രശ്നങ്ങൾ നിലവിലുണ്ട്. മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഇടുക്കിയിലെ ഭൂമി കൊടുത്തിരിക്കുന്നത് കൃഷി ആവശ്യത്തിനാണ്. ആ കൃഷി ആവശ്യത്തിനും വീട് വെക്കാനും കൊടുത്ത ഭൂമി റിസോർട്ടുകാർ വാങ്ങിക്കുകയും അവിടെ റിസോർട്ട് നിർമ്മാണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2010 ഹൈക്കോടതി ഉത്തരവ് പ്രകാരം NOC റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടാതെ പണിത എല്ലാ കെട്ടിടങ്ങളും നിയമവിരുദ്ധമാണ്. ഇപ്പോഴും നിയമവിരുദ്ധമായ കെട്ടിട നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ തോട്ടഭൂമിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന വൻകിട തോട്ടങ്ങൾ അവിടെ നിയമം ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും അവിടുത്തെ തൊഴിലാളികൾക്ക് മനുഷ്യപരമായി താമസിക്കാനുള്ള സംഗതികൾ പോലും ചെയ്യാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് അതുപോലെ തന്നെ പട്ടയം കൊടുക്കാത്ത പ്രശ്നമുണ്ട്. 1/1/77 മുമ്പുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കാമെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടും പട്ടയം കിട്ടാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് ഒരു സർക്കാർ ആവശ്യമായ നിയമ ഭേദഗതി ആലോചനയിലാണ് എന്ന വാക്കാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത്. അപ്പം നിയമ ഭേദഗതി എങ്ങനെ വേണം എന്നതിലും ഇനി എങ്ങനെ അവിടെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കണം എന്ന കാര്യത്തിലും എല്ലാ ആളുകളുടെയും അഭിപ്രായം പരിഗണിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തത്. അപ്പൊ തുടക്കത്തിൽ തന്നെ പല ആളുകളെയും വിളിക്കാത്തതിനെ സംബന്ധിച്ച് തർക്കമുണ്ടായി. അദ്ദേഹം പറഞ്ഞത് മൂന്നാറിനെ പറ്റി പലർക്കും പലതും പറയാനുണ്ടാവും, പക്ഷേ ഈ യോഗത്തിൽ ഞങ്ങൾ വിളിച്ചു ചേർത്തിട്ടുള്ള ആളുകളുടെ അഭിപ്രായമാണ് സർക്കാർ ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഇതുവരെ കാര്യങ്ങൾ പോസിറ്റീവാണെന്ന് വിചാരിക്കുക ശ്രീ ഹരീഷ് വാസ്തവൻ. ഇതുവരെ കാര്യങ്ങൾ പോസിറ്റീവാണ്. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് മുഴുവൻ കേൾക്കുമ്പോൾ സന്തോഷകരമായ നിലയാണ് പൊതുവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളും മൂന്നാറിലെ കയ്യേറ്റ വാർത്തകളും ഒക്കെ ശ്രദ്ധിച്ച മലയാളിക്കുണ്ടായിട്ടുണ്ടാവുക. പക്ഷെ അപ്പോൾ തന്നെയും ശ്രീ അനിരുദ്ധൻ ചൂണ്ടിക്കാണിച്ച കാര്യം അവിടെയുണ്ട്. അതായത് നിയമം ചൂണ്ടിക്കാണിക്കൽ അദ്ദേഹം അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. നിയമം മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കാനായിട്ട് ചില ആളുകൾ രംഗത്ത് വന്നേക്കാം. അവരെ കൂടെ അതിജീവിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ടെന്ന് സൂചിപ്പിക്കുമ്പോൾ മൂന്നാറിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന താങ്കൾക്കൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് എവിടെ ചെന്നാണ് ഇത്തരം നടപടികൾ ചെന്ന് തടസ്സപ്പെടുക എന്ന്. ഈ പറയുന്ന ആദ്യഘട്ടത്തിൽ വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഈ വൻകിടക്കാർ തന്നെയാണ്. അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അതിനുശേഷം ഈ ചെറുകിടക്കാരിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ചെറുകിടക്കാരെന്ന് മനസ്സിലാക്കപ്പെടുന്ന ആളുകളിലേക്ക് പോകുമ്പോഴായിരിക്കും ഒരുപക്ഷെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവുക. CPM എന്ന ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ നേതാക്കൾ അവിടെ ഈ കഴിഞ്ഞ കാലത്ത് കുരിശ് നീക്കിയതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നതുപോലെ വന്നേക്കാനുള്ള സാഹചര്യങ്ങൾ എത്രത്തോളം വളരെ വലുതും ആണ്. ആ തരത്തിലുള്ള കാര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകും എന്ന ഉറപ്പ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നോ? ഒന്ന്, ഇപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന വൻകിട കയ്യേറ്റക്കാരുടെ ലിസ്റ്റ് അനുസരിച്ച് സർക്കാർ നടപടിയെടുക്കുകയാണെങ്കിൽ അതിൽ അവരാരും തന്നെ ഈ സർക്കാരിനെതിരായി രംഗത്ത് വരികയോ വിജയകരമാം വിധം ഒരു പ്രതിരോധം തീർക്കുമെന്നോ ഞാൻ വ്യക്തിപരമായി വിചാരിക്കുന്നില്ല. കാരണം ഒരു തരത്തിലുള്ള രേഖയും ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ കയ്യേറ്റക്കാർ എന്ന് വിളിക്കുന്നത്. ആ കയ്യേറ്റത്തിന്റെ ലിസ്റ്റിൽ ഏതായാലും ശ്രീ രാജേന്ദ്രന്റെ ഭൂമി മാറ്റി നിർത്തിയാൽ മറ്റാർക്കും തന്നെ യാതൊരു രേഖയും കിട്ടാത്ത സാഹചര്യത്തിൽ അവരെ എല്ലാവരെയും ഒഴിപ്പിക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഒരു മുഖ്യമന്ത്രിക്കും കയ്യേറ്റം ഒഴിപ്പിക്കാൻ പറ്റില്ല, അതല്ല സർക്കാരിന്റെ നിലപാടെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ആ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടക്കും. എന്റെ പ്രശ്നം മൂന്നാറിൽ ഇത് മുഴുവൻ തട്ടിത്തടയാൻ പോകുന്നത് റിസോർട്ടുകാരെ തൊടുമ്പോഴാണ്. നാളെ ഈ കഴിഞ്ഞ VS സർക്കാരിന്റെ കാലത്തും റിസോർട്ട് ഉടമകളുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴാണ് ഇത് തട്ടിത്തടഞ്ഞു നിന്ന് പോയത്. ഈ റിസോർട്ടുകൾ മൂന്നാറിൽ നിയമവിരുദ്ധമാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അവർ ഹൈക്കോടതിയിൽ പോയി സിംഗിൾ ബെഞ്ച് മുമ്പാകെ തോറ്റു. സിംഗിൾ ബെഞ്ച് സംസ്ഥാന സർക്കാരിനോട് പട്ടയങ്ങൾ റദ്ദാക്കി ഭൂമി തിരിച്ചെടുക്കാനാണ് ആവശ്യപ്പെട്ടത്. ഡിവിഷൻ ബെഞ്ചിൽ പോയി നാളിതുവരെ സ്റ്റേ കിട്ടിയിട്ടില്ല.
അതുകൊണ്ട് തന്നെ ഈ ചർച്ച മുഴുവൻ വാസ്തവത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത് 5000 കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്ത് നടത്തിയിരിക്കുന്ന അനധികൃത നിർമ്മാണങ്ങൾ മൂന്നാറിലുണ്ട്. അത് പിടിച്ചെടുത്ത് സർക്കാരിന്റെ പൊതുമുതലായി സംരക്ഷിക്കണം. സാധാരണഗതിയിൽ കെട്ടിടങ്ങൾ പൊളിച്ചു കളയണം എന്ന് നിലപാടെടുക്കുന്ന ശ്രീ സുഗതകുമാരി ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പറഞ്ഞത് അവിടെ വനഭൂമിയിലും അതുപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടാവുന്ന പ്രദേശങ്ങളിലും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലും ഒഴികെ റവന്യൂ ഭൂമികളിൽ കെട്ടിയിട്ടുള്ള കെട്ടിടങ്ങളാണെങ്കിൽ സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ പൊതു ഉപയോഗത്തിന് കൊണ്ടുവരണം. നിയമം പറയുന്നുണ്ട്, ആ നിയമം നടപ്പാക്കണമെന്നുള്ളത്. അവിടെയാണ് തട്ടി നിൽക്കാൻ പോകുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ സൂര്യനാട് രാജശേഖരൻ, ഈ വൻകിടക്കാരെ ഒഴിപ്പിക്കുക എന്ന് വെച്ചാൽ ഈ വെള്ളൂക്കുന്നിൽ കുടുംബം എന്നൊക്കെ പറഞ്ഞ സഹോദരങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടത്തിയിരിക്കുന്നതെന്ന് ഇന്നലെ പുറത്തിറങ്ങിയ കയ്യേറ്റ ലിസ്റ്റിൽ, ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ കയ്യേറ്റ ലിസ്റ്റിലുണ്ട്. അതിനകത്ത് ഈ പറയുന്ന CPM നേതാക്കളോ രാഷ്ട്രീയ നേതാക്കളുടെയോ പേരൊന്നുമില്ല. ആ കയ്യേറ്റം ഒഴിപ്പിച്ചങ്ങോട്ട് തുടങ്ങിയാൽ ഈ പറയുന്ന റിസോർട്ടുകളുടെ പ്രശ്നം മുന്നിലുണ്ട് എങ്കിൽ തന്നെയും അവിടെ വെച്ച് ഒഴിപ്പിച്ചു തുടങ്ങിയാൽ അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ഇച്ഛാശക്തിയോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇവർക്ക് ലക്ഷ്യബോധമുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് അവരോട് പോരാടാൻ പറ്റുകയില്ല എന്ന നിലപാടായി ആളുകൾ അതിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കും എന്നൊരു പോസിറ്റീവ് നിലയില്ലേ? സനീഷേ, ഞാൻ അതിന് ഉത്തരം പറയുമ്പോൾ അനിരുദ്ധമക്കിൽ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഈ മുഖ്യമന്ത്രിക്ക് ഒരു മാറ്റം വരുമല്ലോ. വ്യക്തി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിക്കും അവിടെ നിന്നുള്ള മന്ത്രിക്കും വല്ല മാറ്റമുണ്ടോ? അവിടെ നിന്നുള്ള മന്ത്രി ശ്രീ മാണിയാണ് പറഞ്ഞത്, എന്താ പറഞ്ഞേ, കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി വരുന്ന ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യും എന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും ശാരീരികമായി കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? ഈ മന്ത്രിസഭയിലെ ഇടിക്കുന്നുള്ള മന്ത്രിയാണ്. മുഖ്യമന്ത്രിയോ? മുഖ്യമന്ത്രി എത്ര ക്രൂരമായിട്ടാണ് കളക്ടറെയും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ ശാസിച്ചത്. അവരുടെ മാനസിക നിലയ്ക്കൊരു മാറ്റം ഉണ്ടാകാതെ ഈ പ്രഖ്യാപനങ്ങൾക്കൊന്നും ഒരു കാലവുമില്ല. വൻകിട കയ്യേറ്റക്കാരെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന കേസുകളില്ലേ, നേരത്തെ ഹരീഷ് വാസവ് പറഞ്ഞ കേസുകൾ, ഈ സർക്കാർ വന്നതിന് ശേഷം ഹൈക്കോടതിയിലും മറ്റ് മേഖലകളിലുമായി നിൽക്കുന്ന കേസുകൾക്ക് എന്തെങ്കിലും നീക്കുപോക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിന് ഏറ്റവും വിദഗ്ധമായി നിന്നിരുന്ന ഒരു വക്കീലിനെ ഗവൺമെന്റ് സർക്കാർ വക്കീലിനെ എടുത്ത് മാറ്റിയപ്പോൾ അന്ന് പറഞ്ഞ ഉറപ്പെന്താണ്? ഈ കേസുകൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല, അത് അതിൻ്റെതായ വഴികളിൽ നടക്കും. ഇപ്പോഴാ കേസുകളൊക്കെ നമ്മുടെ തോട്ടം മേഖലയിൽ നിൽക്കുന്ന വൻകിട കയ്യേറ്റക്കാർക്ക് അനുകൂലമായി എങ്ങനെയൊക്കെ നീട്ടിക്കൊണ്ടു പോകാമോ അങ്ങനെയൊക്കെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ സർക്കാരിന് ഒന്നും അതിൽ ചെയ്യാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ കൂട്ടിവായിക്കേണ്ട ഒരു കാര്യം, ഒരു ട്രൈബ്യൂണൽ ഈ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ രൂപീകരിക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വീണ്ടും ഈ കേസുകളുടെ കൂമ്പാരവുമായി അനിശ്ചിതാവസ്ഥയിലേക്ക് പോകാൻ പോകുന്നു. ട്രൈബ്യൂണൽ വന്നാൽ ഞാൻ ചോദിക്കട്ടെ, ട്രൈബ്യൂണൽ അന്തിമമായ വിധി വരുമോ? ആ ട്രൈബ്യൂണലിൽ വരുന്ന കാര്യം മാസങ്ങൾക്ക് ശേഷം ഹൈക്കോടതി കിടക്കുന്ന മുഴുവൻ കേസുകളും ട്രൈബ്യൂണലിലേക്ക് വരാൻ പോവുക. ട്രൈബ്യൂണലിൽ വന്നാൽ അവിടെ കിടക്കും. എത്രയോ മാസങ്ങളും ആഴ്ചകളും വർഷങ്ങളുമായി അവിടെ കിടക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മേഖലയാണ് ട്രൈബ്യൂണൽ. അപ്പോൾ വൻകിട കൈകാറ്റക്കാരെ കോടതിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത് ഒഴിപ്പിക്കാൻ ഈ സർക്കാരിന് എങ്ങനെ കഴിയും? പക്ഷേ ശ്രീ സൂര്യനാട് രാജശേഖരൻ, നേരത്തെ ഹരീഷ് പറഞ്ഞതുപോലെ പേപ്പർ ഇല്ലാത്ത കയ്യേറ്റക്കാരാണ് അവിടെ ഉള്ളത്. അവരുടെ ലിസ്റ്റാണ് ഈ ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയിട്ടുള്ളത്. അവരെ ഒഴിപ്പിക്കുക എന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. സർക്കാർ തീരുമാനിച്ചാൽ മാത്രം മതി. തീരുമാനിച്ചു കഴിഞ്ഞു, അവർ നാളെ മുതൽ തുടങ്ങുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തീർക്കാനുമാകും. അതിനു മുന്നിൽ ഈ സർക്കാർ മുൻ സർക്കാരിനെ പോലെയല്ല. ഇത് നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോവുകയാണെന്ന് തോന്നലുണ്ടാവുകയാണെങ്കിൽ കയ്യേറ്റക്കാർ ഇനി അങ്ങോട്ട് കയ്യേറാൻ വരാത്ത വിധം അവരങ്ങോട്ട് ഒതുങ്ങിക്കോളും. അങ്ങനൊരു ശുഭാപ്തി വിശ്വാസത്തിൽ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ആ ശുഭാപ്തി വിശ്വാസത്തോട് പൂർണ്ണമായി ഞാൻ യോജിക്കുന്നു. ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടാകട്ടെ. അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടും. പക്ഷേ അതെങ്ങനെ ഇവരുടെ മാനസികാവസ്ഥയ്ക്ക് എങ്ങനെ മാറ്റും? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ എൻ അനിരുദ്ധൻ. അതാണ് ഈ പറയുന്ന കയ്യേറ്റമൊഴിപ്പിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഇപ്പോൾ ഉള്ളതാണ്. കയ്യേറ്റമൊഴിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സർവകക്ഷി യോഗത്തിനോ മുഖ്യമന്ത്രിയുടെ നിലപാടിനോ ഒന്നും പ്രസക്തിയില്ലാത്ത വിധം അതുമായി മുന്നോട്ട് പോകാമായിരുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എം മണിയും മറ്റും വന്ന് ഇക്കാര്യങ്ങളെ തടസ്സപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. എങ്ങനെ അതിക്രൂരമായിട്ട് തടസ്സപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. അതേ ആളുകൾ അതേ മാനസിക നിലയുമായി, എന്ന് വെച്ചാൽ ഞങ്ങളുടേത് കയ്യേറ്റമല്ല എന്ന നിലക്കുള്ള മാനസിക നിലയുമായി അവിടെ നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെ പ്രസ്താവന നടത്തിയാലും രാഷ്ട്രീയ ബന്ധമില്ലാത്ത ആളുകളുടെ കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിക്കാൻ സാധിച്ചാലും അങ്ങനെയുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ ഉണ്ടാകുമോ എന്ന് നമുക്കറിയുക പോലുമില്ല. സ്പിരിറ്റ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞ ഈ സർക്കാരിന്റെ കാലത്ത് പ്രത്യേകിച്ച് അനുകൂല നില ഉണ്ടാകേണ്ടതില്ലാത്ത കയ്യേറ്റക്കാർക്ക് വേണ്ടി പോലും സംസാരമുയർന്ന കാലമാണ്. അതുകൊണ്ട്
ഈ പറയുന്ന പ്രസ്താവനകളും കാര്യങ്ങളും ഒക്കെ ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവർ തന്നെയാണ് ഇതിന് തടസ്സം വെക്കാൻ പോകുന്നത് എന്ന തോന്നലുള്ള നാട്ടുകാർക്ക് മുന്നിൽ അങ്ങനെ ആവുകയില്ല എന്ന് ഉറപ്പ് നൽകാൻ ഘടകകക്ഷി എന്ന നിലയിൽ CPIക്ക് സാധിക്കുമോ? ഉറപ്പ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഉറപ്പ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശ്രീ MM മണിയോ അല്ലെങ്കിൽ രാജേന്ദ്രനോ അങ്ങനെയുള്ള ആളുകൾ CPMന്റെ മന്ത്രിയോ MLAയോ ഒക്കെ പറഞ്ഞത് മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കോൺഫറൻസ് വിളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വിളിച്ചതിന്റെ സാങ്കത്യത്തെക്കുറിച്ച് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. മറിച്ച് അവർ പറഞ്ഞ എത്രയോ കാര്യങ്ങൾ മാറ്റി പറഞ്ഞിരിക്കുന്നു. മറിച്ച് പറയാൻ കഴിയുന്നതാണ്. ശ്രീ ശിവനാട് രാജശേഖരൻ പറഞ്ഞതുപോലെ കേസുകളുടെ ബാഹുല്യം കൊണ്ട് വക്കീലിനെ മാറ്റിയത് കൊണ്ട് കേസെല്ലാം പെൻഡിങ് ആവുമെന്നൊക്കെ പറയുന്നത് അതിശയോക്തിപരമാണ്. അങ്ങനൊന്നുമില്ല. ഈ നാട്ടിൽ നല്ലവണ്ണം നിയമം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വക്കീലന്മാരുണ്ട്. ഒരു വക്കീലിന് മാത്രമേ ഇത് ഇണങ്ങൂ എന്ന് പറയുന്നത് ചുമ്മാതെ പറയുന്നതാണ്, അവരെ പ്രീണിപ്പിക്കാൻ പറയുന്നതാണ്. അതുകൊണ്ട് പുതിയ വക്കീലിനെ വെച്ചതുകൊണ്ട് ആ വിഷയങ്ങൾ മാറുന്നില്ല. മറിച്ച് കോടതിയുടെ നിലപാടുകൾ തന്നെ പ്രധാനമായിട്ട് ഉണ്ട്. കോടതി എടുക്കുന്ന നിലപാടിനെടുക്കൾക്ക് അനുരോധമായി സർക്കാർ നടപടികൾ സ്വീകരിക്കണം. ആ സ്വീകരിക്കുന്നതിലാണ് മെറിറ്റ് തീർച്ചയായിട്ടും ഉള്ളത്. അപ്പോ കയ്യേറ്റക്കാർ ആരായാലും ശരി, അത് രാഷ്ട്രീയ പാർട്ടി നേതാവായാലും ശരി, അല്ലാത്ത ആളായാലും ശരി, കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ചു വരുമ്പോൾ സ്വാഭാവികമായി ഇന്ന് പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങളിൽ മാറ്റം ഉണ്ടായേ മതിയാകൂ. ആ മാറ്റം ഉണ്ടാകാൻ അവർ സ്വയം പ്രേരിതരാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനൊരു സാഹചര്യത്തിലേക്ക് നമുക്കെന്താ ശുഭാപ്തി വിശ്വാസക്കാരായാൽ അതിനെന്തിനാ തകരാറ്? തീർച്ചയായിട്ടും നേരത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു അനുമാനത്തിൽ വിശ്വാസക്കാരാകാവുന്നതേ ഉള്ളൂ. ഞാൻ തിരിച്ചു ഈ പറയുന്ന അവരുടെ നിലപാട് അവർ മാറ്റിയേക്കാം എന്ന് CPIയുടെ നേതാവ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. അവരുടെ നിലപാട് അവർ മാറ്റിയേക്കാം, ഇതിനു മുമ്പ് വന്ന പോലെയല്ല, അവരുടെ നിലപാട് മാറ്റിയേക്കാം എന്ന ശുഭാപ്തി വിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുമ്പോൾ, പക്ഷേ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെയും ക്രിട്ടിക്കലായി നോക്കുകയാണെങ്കിൽ കയ്യേറ്റത്തെക്കുറിച്ച് അദ്ദേഹം പല തട്ടുകളാക്കി തിരിക്കുന്നുണ്ട്. വൻകിടക്കാരുടെ കയ്യേറ്റം അത് ഞങ്ങൾ ആദ്യം ഒഴിപ്പിക്കും. ചെറുകിട കയ്യേറ്റങ്ങളുണ്ടല്ലോ, അവരവർക്ക് വീട് വെക്കാനുള്ള കാര്യങ്ങളുണ്ട്, അവർക്ക് അതും കയ്യേറ്റമാണ്. നിയമത്തിന്റെ പേരിലാണെങ്കിൽ ഇതെല്ലാം ഒറ്റ നിലക്ക് മാത്രമേ കാണാനാവുകയുള്ളൂ. ഈ കയ്യേറി കെട്ടിടം പണിഞ്ഞ ആളുകളുണ്ട്, കെട്ടിടം പണിഞ്ഞതിൽ കെട്ടിടം പൂർത്തിയായ ആളുകളുണ്ട്, വാണിജ്യാവശ്യങ്ങൾക്ക് വേണ്ടി കെട്ടിടം പണിഞ്ഞവരുണ്ട്, കെട്ടിടം പൂർത്തിയാകാതെ സ്റ്റോപ്പ് മെമ്മോ കിട്ടിയതുകൊണ്ട് നിന്നുപോയ ആളുകളുണ്ട്. ഇവരെല്ലാം വെവ്വേറെ പരിഗണിക്കേണ്ടി വരും എന്നൊരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വെക്കുമ്പോൾ സർക്കാർ അങ്ങനെ ഇവരെല്ലാം വെവ്വേറെ പരിഗണിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഓരോരുത്തർക്കും സ്വാഭാവികമായിട്ടും അവരവരുടേതായ ന്യായങ്ങൾ ഉണ്ടാകുമല്ലോ. ആ ന്യായങ്ങൾക്ക് വഴങ്ങാൻ നിന്നാൽ കാര്യങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് പരിഹാരമുണ്ടാകുമോ? ഞാനതാണ് നേരത്തെയും ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചത്. അവിടെ നിർമ്മിച്ചിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങളാണ് ഇപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ചർച്ച. ഇന്നത്തെ മുഴുവൻ ചർച്ചയുടെയും ഫോക്കസ് എന്ന് പറയുന്നത് മൂന്നാറിന്റെ ക്ലൈമറ്റ് ഇല്ലാതാവുന്നു. ഒരു വർഷം ഏറ്റവും അധികം റവന്യൂ കൊണ്ടുവരുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ, ഇന്ത്യയിലെ തന്നെ 10 ഡെസ്റ്റിനേഷനിൽ ഒന്നായി പ്രഖ്യാപിക്കപ്പെട്ട മൂന്നാർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഊട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളോട് കർക്കശമായ സമീപനം സ്വീകരിക്കണം. നിയമം വളരെ ക്ലിയറാണ്. അത് 5 സെന്റിലായാലും 1 ഏക്കറിലായാലും നിയമവിരുദ്ധമായ നിർമ്മാണം തന്നെയാണ്. അത് പട്ടയം ക്യാൻസൽ ചെയ്ത് ആ കെട്ടിടം സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇന്നൊരു സംശയം പ്രകടിപ്പിച്ചത് വാസ്തവത്തിൽ എന്നെ അസ്വസ്ഥപ്പെടുത്തി. കാരണം അവിടെ നേരത്തെ നിയമവിരുദ്ധമായി നിർമ്മിച്ച് ദീർഘകാലമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റുകാരുണ്ട്. അവിടെ കെട്ടിടം പണി പൂർത്തിയാക്കി ഇപ്പോൾ കച്ചവടം തുടങ്ങിയ റിസോർട്ടുകാരുണ്ട്. ഇപ്പോൾ പണി പൂർത്തീകരിക്കാത്ത ആളുകളുമുണ്ട്. ഇവരോടെല്ലാം ഒരേ സമീപനം വേണോ എന്ന ചോദ്യം വാസ്തവത്തിൽ അപ്രസക്തമാണ്. അപ്പോൾ കോടതിയിൽ പോയി തോറ്റ കേസ് റിസോർട്ടുകാരെല്ലാം കൂടി സംസ്ഥാന സർക്കാരിനെ സ്വാധീനിച്ച് ഇപ്പോഴിത് അവർക്കൊരു പഴുതിലൂടെ രക്ഷപ്പെടാനുള്ള ഒരു പുതിയ നിയമനിർമ്മാണത്തിലേക്ക് സർക്കാർ ആലോചിക്കുന്നു എന്നാരെങ്കിലും സംശയിച്ചാൽ ആ സംശയത്തിന് ഇട നൽകുന്ന തരത്തിലായിരുന്നു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു വാചകം. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ കൃത്യമായ ആശങ്കയുണ്ട്. അതിൽ എനിക്ക് ഇവിടെ ഈ ചർച്ചയിൽ പലരും പറയുന്നത് പോലെ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തത് ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, ചരിത്രം നമ്മളെ അങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും
ഈ വലിയ റിസോർട്ട് ലോബിയെ 100 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ യഥേഷ്ടം ആനയിറങ്കൽ ഡാമിലേക്ക് ആന ഇറങ്ങിപ്പോകുന്ന സ്ഥലത്ത് ആനയുടെ സഞ്ചാരപാതയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള സ്ഥലങ്ങൾ, അവിടെ ആദിവാസികൾക്ക് കൊടുത്ത പട്ടയഭൂമിയിൽ ആദിവാസികൾ 14 പേരാണ് ആന ചവിട്ടി കൊല്ലപ്പെട്ടത്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി നമ്മളുടെ പ്രയോറിറ്റി അവിടുത്തെ ഏറ്റവും വലിയ റിസോർട്ട് ലോബിയാണോ, അവിടെ കൃഷി ചെയ്യേണ്ട ആദിവാസിയാണോ? ഈ കാര്യമൊക്കെ പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാടുകൾ വാസ്തവത്തിൽ ഇത്തരം ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല. ജില്ലാ കളക്ടറെ അവരുടെ പണി ചെയ്യാൻ ഏൽപ്പിച്ചാൽ ഈ 500-ലധികം വരുന്ന വൻകിട റിസോർട്ടുകൾ സംസ്ഥാന സർക്കാരിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് കോടിക്കണക്കിന് 100-ലധികം കോടി രൂപയുടെ സംസ്ഥാന സർക്കാരിന് കിട്ടും. അതിൽ പാവപ്പെട്ടവർക്ക് ഭൂമി മാത്രമല്ലല്ലോ നമുക്ക് പതിച്ചു കൊടുക്കാൻ കഴിയുക. രണ്ടാം ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കലാണ്. അപ്പോൾ നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് വീടില്ലാത്തവർക്ക് പതിച്ചു കൊടുക്കാൻ കഴിയുന്ന തരം വിപ്ലവകരമായ നീക്കങ്ങൾ നടത്താം. അതിലേക്കൊന്നും സർക്കാർ ആലോചിക്കുന്നില്ല. 15-20 വർഷക്കാലമായി ഇത് ഇത്രയും വഷളായിട്ട് നമ്മളിപ്പോൾ കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്നതിലേക്ക് ചർച്ച ഒതുക്കുകയാണ്. മൂന്നാർ ഇനി തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മൂന്നാറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുന്ന തരത്തിൽ, മൂന്നാറിന്റെ പാരിസ്ഥിതികമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന തരത്തിൽ ഒരു കുറിഞ്ഞിപ്പൂക്കാലം കൂടി കാണാൻ വേണ്ടി നമുക്ക് ഒരു സമഗ്രമായ നിയമനിർമ്മാണം വേണം. അതിലേക്ക് മുഖ്യമന്ത്രി ഇന്ന് പോയില്ല എന്നുള്ളത് വ്യക്തിപരമായി എന്നെ സങ്കടപ്പെടുത്തുന്നു. പക്ഷേ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. സർക്കാർ ഏത് ഘട്ടത്തിൽ പിന്മാറിയാലും ഇത് കോടതിയിലേക്കായിരിക്കും പോവുക. ഞാൻ തിരിച്ചു വരാം അതിഥികളിലേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ വി എൻ വാസവൻ, ആ സംശയം വളരെ പ്രസക്തമായി ഇപ്പോഴും നിൽക്കുന്നു. അതായത് ഈ വൻകിടക്കാരെ പ്രാഥമികമായി ഞങ്ങൾ കയ്യേറ്റം ഒഴിപ്പിക്കും എന്ന് പറയുമ്പോൾ ഈ കയ്യേറ്റം നടത്തിയ ആളുകളെ, അവിടെ കെട്ടിടം നിർമ്മിച്ച ആളുകളെ പല തട്ടുകളായി തിരിക്കുന്നത് ഗുണം തന്നെയാണോ ചെയ്യുക എന്ന ആലോചന മുഖ്യമന്ത്രിയും സർക്കാരും നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദീകരണം വേണ്ടതാണ്. അതായത് അങ്ങനെ ചെയ്താൽ ഗുണമാണോ ചെയ്യുക? നിയമം എല്ലാവർക്കും ഒരുപോലെ കർക്കശമായി നടപ്പാക്കുക എന്നതല്ലാതെ ഈ കെട്ടിടങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് പിന്നീട് ആലോചിക്കാം എന്ന് വരുന്നത് പിന്നീടുള്ള നിയമപ്രശ്നങ്ങൾക്ക് കൂടെ കാരണമാവുകയില്ല. അതായത് ഒരു റിസോർട്ട് ഉടമയോട് അക്കാര്യങ്ങൾ ഒഴിവാക്കണം, പൊളിച്ചു നീക്കണമെന്ന് പറയുമ്പോൾ മറ്റൊരു റിസോർട്ട് നേരത്തെ കെട്ടിപ്പോയ കെട്ടിടം അവിടെ നിൽക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ചാൽ ഇത് അനന്തമായിട്ട് ഇങ്ങനെ നീണ്ടു പോകുക എന്നൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ തട്ടുതട്ടുകളായി തിരിക്കുകയും പലതായി കാണുകയും ചെയ്യുന്നത് ഗുണം തന്നെയാണോ ചെയ്യുക? അക്കാര്യത്തിൽ വീഴ്ച ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ എങ്ങനെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരിക? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിൽ സംശയമൊന്നും തോന്നേണ്ട കാര്യമില്ല. ശ്രീ ഹരീഷ് വാസുദേവൻ ആശങ്ക പ്രകടിപ്പിക്കാൻ ഇടവന്ന സാഹചര്യം 2010 കോടതി വിധി നടപ്പാക്കാൻ കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ മുൻകൈ എടുത്തില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. അന്ന് പരിസ്ഥിതിയുടെയും റവന്യൂവിന്റെയും NOC വാങ്ങി മാത്രമേ പുതിയ റിസോർട്ടുകൾ നിർമ്മിക്കാവൂ എന്ന ഉത്തരവ് വന്നതിന് ശേഷവും 300-ൽ പരം റിസോർട്ടുകൾ നിർമ്മിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, അതിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നടപ്പാക്കാൻ വേണ്ടി ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെന്റ് മുന്നോട്ട് വന്നിരിക്കുന്നു. അതിന്റെ ഒരു നല്ല തുടക്കത്തിന്റെ ലക്ഷണമാണ് ആദ്യം തുടങ്ങിവെച്ചു. ഇപ്പോൾ ഭിന്നാഭിപ്രായങ്ങൾ മാറ്റി എല്ലാവരുടെയും പിന്തുണ തേടി അതിന്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അവിടെ ഘട്ടം ഘട്ടമായി എന്ന് പറയുമ്പോൾ ആദ്യം പട്ടയം കൊടുക്കുക. പട്ടയം കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായി പട്ടയില്ലാത്ത ഭൂമി കയ്യേറ്റക്കാരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അവരെ ഒഴിപ്പിക്കാൻ എളുപ്പമുണ്ട്. അത് വൻകിടക്കാരുടെ ഒന്നും ഒരു തരത്തിലും തൊടില്ല എന്ന വ്യാഖ്യാനങ്ങൾ വന്നപ്പോഴാണ് അവിടെ ആദ്യം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചത്. ആളുകൾ, പരിസ്ഥിതി പ്രവർത്തകർ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഈ അനധികൃതമായി കെട്ടിയ കെട്ടിടങ്ങളാണ്. അവർ നിയമം ലംഘിച്ചുകൊണ്ട്, നിയമം ലംഘിക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് വാണിജ്യാവശ്യത്തിന് വേണ്ടി കെട്ടിയതാണ്. പേപ്പറോ രേഖകളോ ഇല്ലാത്ത അതുപോലെ സെൻസിറ്റീവായ ഒരു ഭൂമിയിൽ നിയമമാണ് ഞങ്ങൾ ലംഘിക്കുന്നത്, പരിസ്ഥിതിയെ ബുദ്ധിമുട്ടിക്കുകയാണ്, ഞങ്ങളുടെ ലാഭത്തിന് വേണ്ടിയാണ് എന്ന മട്ടിൽ ക്രൂരമായ തോതിൽ നിയമം ലംഘിച്ച് കെട്ടിയ കെട്ടിടങ്ങളാണ്. അവയെ പൊളിച്ചു കളയുക എന്ന നിലപാട് സ്വീകരിക്കുക എന്നതല്ലേ കരണീയമായിട്ടുള്ളത്? അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ട് അക്കാര്യത്തിൽ പിന്നീട് ആലോചന നടത്താം എന്ന് വരുന്നത് നിയമ പോരാട്ടങ്ങൾക്ക് കൂടെ വഴിവെച്ചു കൊടുക്കുക, അവരുടെ ഭാഗം ഒന്നുകൂടെ വിശദീകരിക്കാനും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാർഗങ്ങൾ നോക്കാനുമുള്ള ഇടം കൊടുക്കലാവുകയില്ലേ? സനീഷെ, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ് ഹരീഷ് വാസുദേവൻ പറഞ്ഞതും ബഹുമാനപ്പെട്ട സുഗതകുമാരി ടീച്ചർ പറഞ്ഞതുമെല്ലാം ഇത് പൊളിച്ചെടുക്കാനല്ല പറഞ്ഞത്, മറിച്ച് സർക്കാരിലേക്ക് കണ്ടുകെട്ടാനുള്ള നിർദ്ദേശമാണ് അവർ ക്രിയാത്മകമായി മുന്നോട്ട് വെച്ചത്. അപ്പോൾ സർക്കാരിനതൊരു വരുമാനമാകും, അതിന്റെ വലിയ രൂപത്തിലുള്ള ഉള്ളടക്കം കൊണ്ട് പാവപ്പെട്ടവർക്ക് വീട് വെക്കാനാകും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളായിരുന്നു
പരിസ്ഥിതി പ്രവർത്തകർ മുന്നോട്ട് വെച്ചതെന്നാണ് ഇപ്പോൾ അവർ സൂചിപ്പിച്ചത്. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചോളം ഇത് ഏതെങ്കിലും തരത്തിൽ നാളുകളിൽ ഇവരെല്ലാം ഒഴിവാക്കി സംരക്ഷിക്കപ്പെടും എന്ന രൂപത്തിലേക്ക് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. വളരെ വ്യക്തമായും അസന്നിഗ്ധമായ ഭാഷയിലുമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തോട് പ്രതികരിച്ചതും ഇന്ന് പത്രസമ്മേളനം നടത്തി നമ്മളെല്ലാം നേരിൽ കണ്ടതും. അതിൽ കയ്യേറ്റക്കാരെ എല്ലാം ഒഴിപ്പിക്കും, കുടിയേറ്റക്കാരെ സംരക്ഷിക്കും. പാവപ്പെട്ട 5 സെന്റുകാരനും 3 സെന്റുകാരനും വീട് വയ്ക്കാൻ വേണ്ടി കയ്യേറിയുണ്ടെങ്കിൽ അത് പ്രത്യേകമായി പരിശോധിക്കും. അത് സ്വാഭാവികമായി നമുക്കെല്ലാം ആ കാര്യത്തെ സംബന്ധിച്ചോളം വ്യക്തമായ ധാരണയുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ അനധികൃതമായി കയ്യേറിയിട്ടുള്ളത് മുഴുവൻ കാര്യങ്ങളും ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലേക്കാണ് ഗവൺമെന്റ് വരുന്നത്. ശ്രീ ഹരീഷ് വാസുദേവൻ, ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് VS സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെയുള്ള നിലപാടുകൾ എടുത്തത് പിന്നീട് കോടതിയിലേക്ക് പോകും. നമ്മൾ ഓരോ സീസണലായിട്ട് ഇങ്ങനെ മൂന്നാറിലെ പ്രശ്നങ്ങൾ ഉയർന്നു വരികയും ചർച്ച ചെയ്യുകയും പ്രശ്നപരിഹാരമാകുമെന്ന് പറയുകയും അതില്ലാതെ പോവുകയും ഒക്കെ ചെയ്യുന്നു. ഈ പറയുന്ന എല്ലാ സംഗതികൾക്ക് പിന്നിലും ഈ പറയുന്ന നഷ്ടമുണ്ടാകുന്ന കയ്യേറ്റക്കാർ വാണിജ്യ ലാഭം നോക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന കെട്ടിടം കെട്ടിയിട്ടുള്ള ആളുകളൊക്കെ നിയമപരമായിട്ട് നീങ്ങുക തന്നെ ചെയ്യും. അവർക്ക് ഈ കാര്യങ്ങൾ ഏതെങ്കിലും പഴുതിൽ പിടിച്ചവർ അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കും. ആ നിലക്ക് ഈ പല തട്ടുകളായി തിരിച്ചു വെക്കുന്നത് കെട്ടിടങ്ങൾ പൊളിച്ചു കളയേണ്ടതില്ല, കണ്ടുകെട്ടുകയൊക്കെ ചെയ്യാം, കെട്ടിടങ്ങളെ തന്നെ പലതോതിൽ പരിഗണിക്കാം എന്നൊക്കെ വെക്കുന്നത് ഭാവിയിലേക്കുള്ള ഇത്തരം വിഷമവൃത്തങ്ങളിൽ അകപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള വഴിയാവുകയില്ലേ? ലാൻഡ് അസൈൻമെന്റ് ആക്ട് വയലേറ്റ് ചെയ്ത് കൃഷി ആവശ്യത്തിന് കൊടുത്ത പട്ടയഭൂമി ദുരുപയോഗം ചെയ്ത് അവിടെ റിസോർട്ട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അസൈൻമെന്റ് ആക്ട് പറയുന്നത് പ്രകാരം ആ പട്ടയം ക്യാൻസൽ ചെയ്ത് 1 രൂപ പോലും നഷ്ടപരിഹാരം കൊടുക്കാതെ ആ കെട്ടിടം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നവംബർ മാസത്തിൽ തന്നെ ഒരു വിധിന്യായത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനി സുപ്രീം കോടതി വരെ ചോദ്യം ചെയ്താലും അത് മാറാൻ സാധ്യതയില്ല എന്ന് സൂചന കിട്ടുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെയാണ്. ഏലകൃഷിക്ക് കൊടുത്ത പട്ടയത്തിൽ എങ്ങനെ റിസോർട്ടുകൾ വന്നു എന്ന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസിലാണല്ലോ സുപ്രീം കോടതി ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് ബഹുമാനപ്പെട്ട കോടതികൾ ഇടപെടാൻ സാധ്യതയില്ല. ഈ കേസുകളിൽ തന്നെ റിസോർട്ട് ഉടമകൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകർ വന്ന് വാദിച്ചിട്ട് പോലും കേസ് സർക്കാർ ജയിക്കുകയാണ് ചെയ്തത്. ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് വാദിച്ച നവംബർ മാസത്തിലുണ്ടായ കേസ്. ഇനി പൊളിക്കേണ്ട കെട്ടിടങ്ങളുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ ലംഘനം മൂന്നാർ നടന്നിട്ടുണ്ട് എന്ന് കേന്ദ്ര മന്ത്രി തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഒരു കത്ത് എഴുതുകയുണ്ടായി. അതായത് കിഴക്കാം തൂക്കായി നിൽക്കുന്ന പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടാവുന്ന സ്ഥലത്ത് കെട്ടിടങ്ങൾ പണിതിരിക്കുന്നു. കെട്ടിടം പണിയാൻ പാടില്ലാത്ത 45 ഡിഗ്രിയിലധികം ചെരിവുള്ള സ്ഥലത്ത് കേരളത്തിലെ നിയമം അനുസരിച്ച് പോലും കെട്ടിടം നിർമ്മിക്കാൻ പാടില്ല. ആ കെട്ടിടങ്ങൾ അവിടെ നിൽക്കുന്നത് ഈ നാഷണൽ ഹൈവേ 212 പോകുന്ന ആളുകൾക്ക് ഭീഷണിയാണ്. ഒരു കല്ലടർന്ന് വീണ് ഒരു മാരുതിക്കാർ തകർന്ന വാർത്ത നമ്മൾ കണ്ടല്ലോ. അപ്പൊ അത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാതെ നിവൃത്തിയില്ല. അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം നോട്ടീസ് കൊടുത്ത് അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്താൽ ഒരു കോടതിയും ഇടപെടാൻ പോകുന്നില്ല. ഞാൻ ഇന്ന് ചർച്ചയിൽ മുഖ്യമന്ത്രിയോട് സൂചിപ്പിക്കാൻ വിട്ടുപോയ ഒരു പോയിന്റ്, അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിന് രേഖാമൂലം എഴുതി കൊടുക്കുകയുണ്ടായി. മൂന്നാറിലെ കേസുകൾ ഇനി കൂട്ടമായി ഹൈക്കോടതിയിലും ഗ്രീൻ ട്രൈബ്യൂണലിലും വരാനിരിക്കുകയാണ്. ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറെ മൂന്നാർ കേസുകൾക്ക് വേണ്ടി നിയോഗിക്കുകയും കമ്മ്യൂണിക്കേഷൻ ഉദ്യോഗസ്ഥരുമായി സാധ്യമാക്കുകയും ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെടുകയും പല അഭിഭാഷകർക്കും റിസോർട്ടുള്ള കാര്യം നമുക്കറിയാം. അപ്പം നേരത്തെ കോടതി അത്തരം കേസുകളിൽ ഇടപെട്ടിട്ടുള്ളത് നമുക്കറിയാം. സനീഷൊക്കെ ഓർക്കുന്നുണ്ടാവും. 1-ാം മൂന്നാർ ഓപ്പറേഷനിൽ ചില അഭിഭാഷകരുടെ കെട്ടിടം ഇടിച്ചപ്പോൾ ആർക്കും ഇല്ലാതിരുന്ന വേദന ചില ജഡ്ജിമാർക്ക് ഉണ്ടായതും സ്റ്റേ കൊടുത്തതും ഒക്കെ. അപ്പൊ അത്തരം കേസുകളിൽ ശക്തമായി ഇടപെടാൻ ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ മൂന്നാർ കേസുകൾക്ക് വേണ്ടി നിയോഗിക്കേണ്ട ആവശ്യം വന്നേക്കും. അതുൾപ്പെടെ സർക്കാർ പരിഗണിക്കണം എന്നുള്ളതാണ്. അതാണ് ശ്രീ അനിരുദ്ധൻ വലിയ അഭിഭാഷകനായിരുന്നു. വലിയ അഭിഭാഷകൻ കേസ് നടത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന് വിജയമുണ്ടാകുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പരിപൂർണമായിട്ടുമല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ നമ്മൾ രാഷ്ട്രീയ നേതാക്കളുടെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നു. പലതരത്തിൽ സ്വാധീന ശേഷിയുള്ള ആളുകൾ അവിടെ ഇക്കാര്യത്തിൽ നിക്ഷിപ്തമായ താല്പര്യങ്ങളുമായി നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ക്രൈസ്തവ മേലധികാരികൾ അവിടെ ചെന്ന് പറഞ്ഞത് ഈ പറയുന്ന പരിസ്ഥിതി വേണം, മൂന്നാർ നിലനിൽക്കണം എന്നൊന്നുമല്ല. അവർ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ ആരാധനാലയങ്ങൾ നിൽക്കുന്ന ഇടങ്ങൾക്ക് പട്ടയം തരണം എന്നാണ്. അക്കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ കയ്യേറ്റമെല്ലാം കയ്യേറ്റം തന്നെയാണ്, അക്കാര്യങ്ങൾ പരിശോധിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ അദ്ദേഹം അതിനനുകൂലമായ നില എന്തായാലും സ്വീകരിച്ചിട്ടില്ല. ഈ തരത്തിൽ രാഷ്ട്രീയമായിട്ട് മതപരമായിട്ട് മറ്റു സ്വാധീനശേഷി ഉപയോഗിച്ച് പണത്തിന്റെ കാര്യം ഉപയോഗിച്ചൊക്കെ ഇതിന്മേലുള്ള നിക്ഷിപ്തമായ താല്പര്യങ്ങൾ പ്രത്യക്ഷപ്പെടും. ഈ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, അവിടെ
മതപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബിംബങ്ങളെ തൊട്ടാൽ പോലും നാട്ടിൽ പ്രശ്നമുണ്ടാകുന്നതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല എന്ന നിലപാടെടുക്കുന്ന സർക്കാരിന്, മുഖ്യമന്ത്രിക്ക്, അതിന് ചുമതലപ്പെട്ട ആളുകൾക്ക് ഞങ്ങളുടെ ആരാധനാലയങ്ങൾക്കുള്ള ഇടം ഞങ്ങളുടേതായിട്ട് മാറ്റിത്തരണം എന്ന് കർക്കശ സ്വഭാവത്തോടുകൂടി അവർ പറയുമ്പോൾ എങ്ങനെയാണ് തള്ളിക്കളയാനാവുക? അല്ല, അങ്ങനെ അനധികൃതമായി ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നത് ശരിയല്ലെന്ന് അവർക്ക് ബോധ്യമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴുള്ള നിയമം അപര്യാപ്തമാണെങ്കിൽ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നതിനല്ല പുതിയ നിയമം കൊണ്ടുവരേണ്ടത്. കയ്യേറ്റങ്ങൾ പ്രിവെന്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനും പുതിയ നിയമങ്ങൾ ആവശ്യമാണെങ്കിൽ അത് കൊണ്ടുവരുന്നതിന് ഗവൺമെന്റിന് കഴിയണം. ആ നിയമങ്ങൾ തീർച്ചയായും കയ്യേറ്റക്കാർക്ക് എതിരായിട്ട് തന്നെ ഉള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന നിയമങ്ങളായിരിക്കണം. അതുപോലെ തന്നെ ഓരോ വിഭാഗം ആളുകളെയും പ്രത്യേകം തിരിച്ച് അവരവരുടെ ആരാധനാലയങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിൽ അല്ലെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റികളുടെ പേരിൽ അങ്ങനെയൊക്കെയുള്ള കയ്യേറ്റങ്ങളെ നമ്മൾ സാധൂകരിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് തെറ്റാണ്. അങ്ങനെ സാധൂകരിക്കാൻ പാടില്ല. പക്ഷെ അതുപോലെ തന്നെയാണ് ആളുകൾ തമ്മിൽ ഇപ്പോൾ സ്വാഭാവികമായി തന്നെ ഒരു ചെറിയ പ്ലോട്ട് കിടപ്പാടം ഇല്ലാത്ത ഒരാൾ പണ്ടിനാലെ കയ്യേറി അവിടെ കിടപ്പാടം നിർമ്മിച്ചു വച്ച് അവിടെ താമസിച്ച് കുടുംബപരമായി താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളും റിസോർട്ടിന് വേണ്ടി സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയ ആളും ഒരേ രീതിയിൽ കയ്യേറ്റക്കാരാണ് എന്നുള്ള നിർവചനത്തിന്റെ ഉള്ളിൽ വരുന്നതാണെന്നുള്ള രീതിയിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് ശരിയല്ല. മാനുഷികമായ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ച് വേണം ആ ഒഴിപ്പിക്കൽ നടക്കുന്നത്. അതുകൊണ്ടാണ് വൻകിടക്കാരായ കയ്യേറ്റക്കാരെ വ്യാവസായിക അടിസ്ഥാനത്തിലും അതുപോലുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി ലാഭേച്ഛയോടുകൂടി നടത്തുന്ന ബിസിനസ്സുകൾക്ക് വേണ്ടിയുള്ള കയ്യേറ്റക്കാരെ അവരെ തീർച്ചയായിട്ടും മുൻഗണന നൽകി ഒഴിപ്പിക്കണം. അതോടൊപ്പം തന്നെ കയ്യേറ്റങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ആരാണ് കയ്യേറ്റക്കാർ ഇപ്പോൾ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ ലിസ്റ്റിന് അപര്യാപ്തതയുണ്ടെങ്കിൽ പരിഹരിച്ച് ആ ലിസ്റ്റ് അനുസരിച്ചുള്ള പ്രയോറിറ്റി കൊടുത്ത് ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ ശ്രീ അനിരുദ്ധൻ? അതായത് ഇങ്ങനെ ഒന്നും നോക്കാതെ വിവേചനപരമായിട്ട് കാര്യങ്ങളെ ഒന്നും കാണാതെ നേരെ നിയമം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞങ്ങ് ഈ പറയുന്ന കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളുമായി ഉദ്യോഗസ്ഥരെ കെട്ടഴിച്ചങ്ങ് വിട്ടു പോകുന്നതിന് പകരം ഇങ്ങനെ അവരെ പിടിച്ചു നിർത്തി ആളുകളുടെ ഭാഗത്തു നിന്നെല്ലാം അഭിപ്രായം ശേഖരിച്ച് കുറച്ചുകൂടി അവധാനതയോടുകൂടി ഈ മട്ടിൽ കാര്യങ്ങളെ വെവ്വേറെയായിട്ട് തന്നെ കണ്ട് കയ്യേറ്റം ഒഴിപ്പിക്കൽ കൃത്യമായി നടപ്പാക്കുക എന്ന CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാടായിരുന്നു ശരി. ആ സർവകക്ഷി യോഗം എന്തിനാണ് സർവകക്ഷി യോഗം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പരിഹസിക്കുന്നതിന് പകരം അതോടൊപ്പം നിൽക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അല്ലാതെ അങ്ങനെയൊന്നും വേണ്ടതില്ല, ഞങ്ങൾ മന്ത്രിയായിട്ടുണ്ടല്ലോ, സർക്കാർ വന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി കളയാം എന്ന് കണ്ട് ഈ പറയുന്ന മത ചിഹ്നങ്ങളെ അടക്കം പിഴുതെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ CPIയുടെ നിലപാട് തെറ്റായിരുന്നു എന്ന് താങ്കളും താങ്കളുടെ പാർട്ടിയും തിരിച്ചറിയുന്നുണ്ട് എന്നുകൂടെ ഞങ്ങൾ മനസ്സിലാക്കട്ടെയോ? അല്ല, CPIയുടെ നിലപാട് മാത്രമല്ലല്ലോ അവിടെ നടപ്പാക്കിയത്. ക്യാബിനറ്റിന്റെ തീരുമാനമനുസരിച്ചല്ലേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ റവന്യൂ വകുപ്പ് മന്ത്രി പ്രവർത്തിച്ചിട്ടുള്ളത്. റവന്യൂ വകുപ്പ് മന്ത്രി പ്രവർത്തിച്ചത് ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഒരു മന്ത്രിസഭയിലെ മന്ത്രി ചെയ്യേണ്ട ഡ്യൂട്ടി സ്തുത്യർഹമായി നിർവഹിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ ഇതിന്? ആരും ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നില്ലല്ലോ. റവന്യൂ വകുപ്പാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. ആ റവന്യൂ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിച്ചു ഈ ചർച്ചയ്ക്ക് വിധേയമായതും ഇപ്പൊ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതും പുതിയ നിയമത്തെക്കുറിച്ച് ആലോചിക്കുന്നതും എല്ലാ അടിസ്ഥാനം റവന്യൂ വകുപ്പ് മന്ത്രി ഇനിഷ്യേറ്റീവ് എടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയം നടപ്പാക്കി അങ്ങനെ വന്നപ്പോഴാണ് അല്ലേ ഇതെല്ലാം വന്നത്. തീർച്ചയായും ഒന്നും ചെയ്യാതിരുന്നാൽ ഈ വിമർശനമൊന്നും വരത്തില്ലേ. അതുകൊണ്ട് CPIക്ക് ഒരു മനസാക്ഷി കുത്തുമില്ല. CPIയുടെ മന്ത്രി തെറ്റ് ചെയ്തെന്നൊരു ബോധ്യവുമില്ല. ശരി ചെയ്തു എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിക്ക് വേണ്ടി തന്നെയാണ് CPI നിലകൊള്ളുന്നതും ആ ചെയ്ത കാര്യമാണ്
ഇനി തുടർന്ന് മൂന്നാറിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് ഉള്ള തുടർ നടപടികൾ പോകുന്നതിന്റെ അടിസ്ഥാനവും ഖ്യാതിയും CPI മന്ത്രിക്ക് കൂടി ഉള്ളതാണ്. തീർച്ചയായും അവകാശവാദത്തിന് അവർക്ക് അർഹതയുണ്ട്. ശ്രീ BN വാസവൻ നോക്കൂ, അവർക്ക് അവകാശവാദത്തിന് അർഹതയുണ്ട്. അവർ ചെയ്തതിന്റെ ബാക്കിയാണ് ഈ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. നോക്കൂ, ആ കുരിശ് തൊട്ടപ്പോൾ, കയ്യേറ്റ സ്ഥലത്തെ കുരിശിന്റെ പർപ്പസിനല്ലാതെ വെച്ച കുരിശ് തൊട്ടപ്പോൾ പേടിച്ചു വിറച്ചുപോയ ഈ സർക്കാരിനോട് ഞങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് പട്ടയം തരണം, അതിരിക്കുന്ന ഭൂമിക്ക് പട്ടയം തരണമെന്ന് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവർക്ക് മുന്നിൽ വഴങ്ങുകയില്ലേ? അവർക്ക് മുന്നിൽ വഴങ്ങാതിരിക്കാൻ നിങ്ങൾക്ക് ഉള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? CPI കാണിക്കുന്ന അത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്, ധൈര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാനാകുമോ? അവിടുത്തെ കയ്യേറ്റങ്ങളുടെ ഒഴിപ്പിക്കൽ നടപടികളെല്ലാം ഏതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഒരു ഘടകകക്ഷിയുടെ മാത്രം തീരുമാനമോ അവരുടെ അഭിപ്രായമല്ല, മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും അത് നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന്റെയും തീരുമാനങ്ങളാണ് അവിടുത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കലും നടപടികളും എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കുരിശുപോലെ ജനങ്ങളെ വികാരപരമായി വലിയ രൂപത്തിൽ അരിശം കൊള്ളിക്കുന്ന ഒരു സംഭവത്തെ ഏതെങ്കിലും കൈവെക്കുമ്പോൾ അത് വേണ്ടത്ര ആലോചനയോടുകൂടിയും വേണ്ടത്ര ആലോചിക്കേണ്ടവരോട് ആലോചിച്ച് ഒരു പ്രശ്നസങ്കീർണമായ സാഹചര്യം സൃഷ്ടിക്കാതെയും ചെയ്യേണ്ടതായിരുന്നു എന്നെ അതിൽ സൂചിപ്പിച്ചുള്ളൂ. മറിച്ച് നാളെയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. അതായത് ഒരു ആരാധനാലയം കയ്യേറ്റ സ്ഥലത്താണ്, ഭൂമി കയ്യേറിയിട്ടാണ് ആരാധനാലയം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തുന്ന അവിടുത്തെ അധികാരികൾ ആ കയ്യേറ്റം തിരിച്ചു പിടിക്കാൻ തീരുമാനിക്കുന്നു. പൊളിക്കേണ്ട കെട്ടിടമാണെങ്കിൽ പൊളിക്കേണ്ടതായി തീരുമാനിക്കുന്നു എന്ന് വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മതവൈകാരികത മുന്നോട്ട് വെച്ചായിരിക്കുമല്ലോ അവരതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക. അതിനെ എന്ത് പറഞ്ഞാണ് നിങ്ങൾ അതിജീവിച്ചു പോവുക? മുമ്പ് ഈ കുരിശ് സംഭവം അവിടെ ഉള്ളതുകൊണ്ട്, കുരിശിന് അനുകൂലമായി സംസാരിച്ച കാര്യം അവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതിനോട് എതിർത്ത് നിൽക്കാൻ പറ്റുകയില്ലല്ലോ. സനീഷ, നിങ്ങള് രാജ്യത്തെങ്ങും അല്ല ജീവിക്കുന്നത്. നമ്മുടെ ശബരിമലയിൽ മുമ്പ് നിങ്ങൾ ഓർക്കുമല്ലോ, നിലയ്ക്കൽ പ്രശ്നമുണ്ടായപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായ മതവൈര്യവും വലിയ രൂപത്തിലുള്ള സംഘർഷപരമായ സ്ഥിതിവിശേഷവും യഥാർത്ഥത്തിൽ ആ കുരിശ് എവിടുന്ന് വന്നതാണ്, എങ്ങനെ വന്നതാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നം നമുക്കിപ്പോൾ കയ്യേറ്റ സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ ഒഴിപ്പിക്കേണ്ടതാണെങ്കിൽ ഒഴിപ്പിക്കാൻ നീങ്ങുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടവരുടെല്ലാം കൂടി ആലോചിച്ച് ബോധ്യപ്പെടുത്തേണ്ടവരെല്ലാം ബോധ്യപ്പെടുത്തിയതിനു ശേഷം അത് ചെയ്താൽ ആ പ്രശ്നം സങ്കീർണമാകില്ല. മറിച്ച് അതിൽ പ്രത്യേകിച്ച് നിശയുടെ നിശബ്ദതയിൽ 144 പ്രഖ്യാപിച്ച് ഗവൺമെന്റ് അറിയാതെ വളരെ പെട്ടെന്ന് ഏതാനും ഉദ്യോഗസ്ഥന്മാര് പാതിരാവിൽ ചെയ്യുമ്പോൾ ഇരുളിന്റെ മറവിൽ ചെയ്യേണ്ട കാര്യം എന്താ? ഇത് പകൽ വെളിച്ചത്തിൽ ചെയ്യാമല്ലോ. അത് ആലോചിക്കേണ്ടവരോട് ആലോചിച്ച് ബോധ്യപ്പെടുത്തേണ്ടവർ ബോധ്യപ്പെടുത്തിയും ആ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നതിനെ മാത്രമേ സൂചിപ്പിച്ചുള്ളൂ, അല്ലാതെ ഒഴിപ്പിക്കരുതെന്നല്ല പറഞ്ഞത്. ഇങ്ങനെ ഒഴിപ്പിക്കുന്നതിന് നമ്മൾ എതിരുമല്ല. കയ്യേറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിപ്പിക്കും. അത്തരം പ്രശ്നങ്ങൾ വരുന്നിടത്ത് ഈ പക്വതയോടുകൂടിയുള്ള സമീപനങ്ങൾ ഉണ്ടാകണമെന്നേ ആ വിഷയത്തിൽ അത്തരമൊരു സമീപനത്തിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതസ്ഥാപനങ്ങൾ ഇപ്പൊ കയ്യേറിയ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതെന്താ വേണ്ടതെന്ന് ആ ബന്ധപ്പെട്ട ആളുകളുമായി ഗവൺമെന്റ് കൂടിയാലോചിക്കും. അവിടെ ഒരു വലിയ സംഘർഷം ഉണ്ടാക്കലല്ല, അവിടെ സംയമനത്തിന്റെ മാർഗമാണ് ഗവൺമെന്റ് സ്വീകരിക്കുക. അതേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഈ കാര്യത്തിൽ ഒരിക്കലും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ളതിനേക്കാൾ ഈ കയ്യേറ്റം ഒഴിപ്പിക്കലും ഈ മൂന്നാറിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കലും ഇവർ കുറെ കൂടെ നന്നായിട്ട് നടപ്പാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കയ്യേറ്റങ്ങൾക്കൊരു വരാതിരുന്നത് എന്താണ്? ആരും ധൈര്യപ്പെട്ടില്ലല്ലോ. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് വരുന്ന സമയത്താണ് വാതായനങ്ങൾ തുറന്നിടുക, ആർക്ക് വേണമെങ്കിലും വരാം, ഈ ഭൂമി കയ്യേറാം, അവസരം കൊടുക്കുക. ഇവർ രണ്ടുപേരും ഇപ്പൊ സംസാരിച്ചല്ലോ, വാസുവിനും മറ്റേ അനിരുദ്ധ വക്കീലും സംസാരിച്ചല്ലോ. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ പാർട്ടിയുള്ള തീരുമാനമാണ്, ക്യാബിനറ്റ് എടുത്ത തീരുമാനമാണ്, അതനുസരിച്ചാണ് ഒഴിപ്പിക്കാൻ പോയത്. എന്തേ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ചോദിച്ചിട്ട് പോലീസിന് സഹായം കൊടുക്കാതിരുന്നത്? എന്തേ മുഖ്യമന്ത്രി വിലപിക്കുന്നത് ഞാൻ കേട്ടു. മുഖ്യമന്ത്രി പറഞ്ഞെന്താ, ഞാൻ അറിഞ്ഞില്ലല്ലോ അവിടെ പോലീസിനെ ആക്ട് പ്രഖ്യാപിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്ത് ഇടതുപക്ഷമാണിത്? എന്ത് ക്യാബിനറ്റാണ്? നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീ ഹരീഷ് വാസുദേവൻ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊന്നും സംഭവിച്ചിരുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം. രണ്ടാമത്തേത്, ഈ പറയുന്ന ഒരുപാട് തടസ്സങ്ങൾ ഈ സർക്കാരിന്റെ മുന്നിലുണ്ട്, കയ്യേറ്റം ഒഴിപ്പിക്കലും ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ പറയുന്നത്ര എളുപ്പത്തിൽ മുന്നോട്ട് പോകാനാവുകയില്ല. ഇവർ ഈ മുന്നോട്ട് വെക്കുന്ന അവകാശവാദങ്ങൾ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യാനാണാവുക?
UDF സർക്കാരിന്റെ കാലത്ത് എന്താ നടന്നെന്നുള്ളത് ഈ ഗൂഗിൾ എർത്തുള്ള ആളുകൾക്ക് നോക്കിയാൽ അറിയാം. കഴിഞ്ഞ 5 വർഷക്കാലമാണ് ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ അവിടെ വന്നത്. പിന്നെ ഹൈക്കോടതിയിൽ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഈ അവസാന നിമിഷം കടക്കുന്നില്ല. വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ 2006, 2007 കാലഘട്ടത്തിലാണ് ഞാൻ ഈ മൂന്നാർ വിഷയത്തിൽ ഇടപെട്ടത്. അന്ന് മുതൽ ഇന്ന് വരെ കേസുകൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഇപ്പോൾ ഗ്രീൻ ട്രൈബ്യൂണലിലും ഒക്കെ നടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ എന്തും ചെയ്തോട്ടെ, 2015 ഒക്ടോബർ 1-ാം തീയതി ഗ്രീൻ ട്രൈബ്യൂണൽ ഇട്ട ഉത്തരവിൽ അവിടെ നിയമവിരുദ്ധമായി സ്ഥാപിച്ച KSEB കണക്ഷൻ വിഡ്രോ ചെയ്യാൻ ഓർഡർ കൊടുത്തിരുന്നു. ഒന്നും സംഭവിച്ചില്ലല്ലോ. ഈ സർക്കാർ വന്നിട്ട് 1 വർഷമായി. ആ ഉത്തരവ് എന്തുകൊണ്ട് നടപ്പാക്കിയില്ല എന്ന രൂക്ഷമായ പ്രതികരണമാണ്. 25 കോടി രൂപ ഫൈൻ കൊടുക്കേണ്ടി വരുമെന്ന് ഒരു ഘട്ടത്തിൽ ജഡ്ജി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സർക്കാർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, ഞങ്ങൾ ഇന്നലെ വരെ ചെയ്ത പണി ഞങ്ങൾ തുടരും. ഇതിന്റെ അവസാന പ്രതീക്ഷ കോടതികളിലുണ്ട്. ഈ കാര്യം കോടതി മുമ്പാകെ ബോധിപ്പിക്കുകയും ജനപ്രതിനിധികൾ ഉൾപ്പെടെ അവിടെ ഭൂമി തട്ടിയെടുത്ത ഇപ്പോൾ ശ്രീ ജോയ്സ് ജോർജിന്റെ ഭൂമി തട്ടിയെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും സാധ്യമല്ലാത്ത വിധം അടഞ്ഞു പോയിരിക്കുകയാണ് ആ വിഷയം. SC/ST അട്രോസിറ്റീസ് ആക്ട് ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ ഈ നിയമസഭയിൽ ചോദിച്ചപ്പോൾ നെഗറ്റീവായി മറുപടി പറഞ്ഞ ഒരു സർക്കാരിൽ നിന്ന് പ്രതീക്ഷ സാധ്യമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ വരെ ചെയ്ത പ്രവൃത്തികൾ ഞങ്ങൾ തുടരും. ജനങ്ങളോടും കോടതിയോടും ഈ നിയമപരമായ പോരാട്ടവും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായും വളരെ നന്ദി ശ്രീ ഹരീഷ് വാസുദേവൻ, ശ്രീ സൂര്യനാട് രാജശേഖരൻ, ശ്രീ VN വാസവൻ, ശ്രീ N അനിരുദ്ധൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന്. ആവേശകരവും സന്തോഷവും ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുന്ന വിധത്തിലുള്ളതുമായ വാർത്താ സമ്മേളനമാണ് ഈ പറഞ്ഞ യോഗങ്ങൾക്ക് ശേഷം, സർവകക്ഷി യോഗത്തിനടക്കം ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. പക്ഷേ അത്രക്ക് കേൾക്കുന്നത്രക്ക് ആവേശകരമായിട്ട് സുഖകരമായിട്ട് പോകുന്നൊരു കാര്യമല്ല മൂന്നാറിലെ കയ്യേറ്റമൊഴിപ്പിക്കലും മൂന്നാറിലെ ഭൂമി പ്രശ്നം പരിഹരിക്കലും എന്നത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് വീണ്ടും വരും ദിവസങ്ങളിലും ചോദ്യം ചോദിക്കലും മറ്റും ആവശ്യമായി തന്നെ വരും. അതുകൊണ്ട് ഈ ചർച്ചകളിലേക്ക് ഇനിയും പോകേണ്ടതായും വരും. വളരെ നന്ദി അതിഥികൾക്ക് ഒരിക്കൽ കൂടെ. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. മൂന്നാറിൽ കയ്യേറ്റമൊഴിപ്പിക്കലിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടുമായി മുഖ്യമന്ത്രി. ആദ്യം കൈവെക്കുക വൻകിട കയ്യേറ്റക്കാർക്ക് മേൽ, ഇനി കയ്യേറാൻ തോന്നാത്ത വിധം ഒഴിപ്പിക്കും. തോട്ടം തൊഴിലാളികൾക്ക് വീട് നൽകാൻ മുഖ്യപരിഗണനയെന്നും മുഖ്യമന്ത്രി. നിലപാട് പ്രഖ്യാപനം രാഷ്ട്രീയ പാർട്ടികളുടേതടക്കമുള്ള യോഗങ്ങൾക്ക് ശേഷം. വൻകിടക്കാരായവർ എവിടെയും കയ്യേറാമെന്നും ഒരു നിയമവ്യവസ്ഥയും ചട്ടങ്ങളും തങ്ങൾക്ക് ബാധകമല്ല എന്നുമാണ് കരുതുന്നത്. അത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ആരാധനാലയങ്ങൾ ഇരിക്കുന്ന ഭൂമിക്ക് പട്ടയം വേണമെന്ന് യോഗത്തിൽ മതമേലധ്യക്ഷന്മാർ. കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. അരവിന്ദ് കെജ്രിവാൾ 2 കോടി രൂപ കോഴ വാങ്ങിയെന്ന് പുറത്താക്കപ്പെട്ട മന്ത്രി കപിൽ മിശ്ര. സർക്കാരിലെ അഴിമതിക്ക് സാക്ഷിയെന്നും വെളിപ്പെടുത്തൽ. അഴിമതിയുടെ വിവരങ്ങൾ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. കെജ്രിവാൾ രാജിവെക്കണമെന്ന് BJPയും കോൺഗ്രസും. ആരോപണം നിഷേധിച്ച് ആം ആദ്മി പാർട്ടി. പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശങ്ങളുമായി DGP TP സെൻകുമാർ. പോലീസിന്റെ പ്രവർത്തനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകണം. നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തയ്യാറാക്കി നൽകണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് നെൽവയൽ തണ്ണീർത്തട നിയമം അട്ടിമറിക്കപ്പെടുന്നു. നിയമം ലംഘിക്കുന്ന ഭൂമാഫിയക്കെതിരെ നടപടിയില്ല. ടിപ്പർ ലോറി പിടികൂടുന്നതിൽ മാത്രം നടപടി ഒതുങ്ങുന്നു. ന്യൂസ് 18 അന്വേഷണം. ഫ്രാൻസിനെ ആര് നയിക്കുമെന്ന് ഇന്നറിയാം. അന്തിമ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. മത്സരം ഇമ്മാനുവൽ മാക്രോണും മാരിൻ ലേപ്പനും തമ്മിൽ. ഫലം ഫ്രാൻസിനും യൂറോപ്യൻ യൂണിയനും നിർണായകം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കളിക്കും. ടീം പ്രഖ്യാപനം നാളെ ഡൽഹിയിൽ. ആദ്യ മത്സരം ജൂൺ 4-ന് പാകിസ്ഥാനെതിരെ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.